അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കുന്നു. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അതിൻ്റെ പ്രത്യക്ഷത്തിന്റെ സ്ഥിരീകരണത്തിൻ്റെ അടയാളം കിട്ടാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തെ അങ്ങനെ മക്കളെ ആസ്വദിക്കുന്ന ലോകം മുഴുവനുള്ള മക്കൾ ഈ സമയത്ത് കർത്താവേ, ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണിച്ചേ. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഓരോ വ്യക്തികളെ കാണാൻ, അവർക്ക് ഓരോ രേഖകളുമായിട്ട് പോകാൻ, അവർക്ക് ഓരോ അവരുടെ യാത്ര പുറപ്പെടാൻ, അവരുടെ വാഹനങ്ങളിൽ പോകാൻ. ഇങ്ങനെ ഇന്നത്തെ പോർട്ട്ഫോളിയോ മുഴുവനും ഉത്തരവാദിത്തങ്ങളെല്ലാം കർത്താവെ നിനക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സങ്കടപ്പെടുന്നവരുണ്ട്, ചില കാര്യങ്ങൾ ഓർത്ത്, ചിലരെ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരുണ്ട്, ചില ജോലി സ്ഥലങ്ങളെ ഓർത്ത് മനസ്സ് ഇപ്പം തന്നെ ഭയപ്പെടുന്നവരുണ്ട്. കർത്താവെ, അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഐ കം വിത്ത് യു വെയർ എവർ യു ഗോ എന്ന് പറഞ്ഞ
അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് അങ്ങയുടെ മക്കളുടെ കൂടെ ഇന്നത്തെ യാത്രയിൽ നീ സഹയാത്രികനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രാത്രി ഇന്ന് തിരിച്ചു വരുമ്പോൾ അവർ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റി അങ്ങയുടെ കൂടെ ഇൻസെൻറ്റീവ് കൊടുത്ത് അവർ വിചാരിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് തീർത്ത് എല്ലായിടത്തും വിജയം ഉണ്ടായി തിരിച്ചു വരാൻ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവ് പരിശുദ്ധ അമ്മ, നിൻ്റെ അമ്മ മധ്യസ്ഥ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ഈശോയുടെ നാമം തന്നെ ഞാൻ ആശീർവദിച്ച് അയക്കുന്നു. ദൈവത്തിനെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ പ്രാർത്ഥനയും പ്രാർത്ഥിക്കുന്നതിൻ്റെ അവകാശമാണ് എന്ന സൂചന നമുക്ക് ബൈബിളിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. ഞാനത് ഒരു ആധ്യാത്മിക വിരുദ്ധാർത്ഥത്തിൽ പറയുകയല്ല. ഈ വേർഡ് മെൽട്ടിങ്, വചന ഉരുക്കം, അതായത് എന്നൊരു വിഷയം ഞാൻ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചില്ലേ. അതായത് മുട്ട ചൂട് കൊണ്ട് വിരിയുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. ഐസ് താപം ഏൽക്കുമ്പോൾ ഉരുകുന്നു. അതുപോലെ വചനം, ദൈവസ്നേഹം ഏൽക്കുമ്പോൾ വചനം ഉരുകും. നമ്മൾ ദൈവസ്നേഹത്തോടെയാണ് ബൈബിൾ വായിക്കുന്നതെങ്കിൽ വചനം ഉരുകാൻ തുടങ്ങും. ഉരുകി അലിഞ്ഞ് നമ്മുടെ നാവിലത് മധുരമായി പകരും. ഇപ്പം ഉദാഹരണത്തിന് ഒന്ന് മത്തായിയുടെ സുവിശേഷം 6:32 വായിച്ചേ. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. അപ്പം നമ്മുടെ ആവശ്യമാണെന്നുള്ള സ്വർഗീയ പിതാവ് അക്രെഡിറ്റ് ചെയ്തു. ഇത് നിസ്സാര കാര്യമല്ല. താൻ സൃഷ്ടിച്ച മനുഷ്യന് അതാത് കാലത്തിൻ്റെ മാനവികതയുടെ മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് മാന്യതയോടെ ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം. അതാണ് ഇത് എല്ലാം എന്ന് പറഞ്ഞ വായിക്കുകയാണ്. നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു എന്ന് പറയുമ്പോൾ പിതാവ് ഈ വിഷയം അക്രെഡിറ്റ് ചെയ്തു, ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു നമ്മുടെ ആവശ്യങ്ങളെ. അപ്പോൾ എന്ത് പറ്റും? സ്വാഭാവികമായി അത് നമ്മുടെ അവകാശമായി മാറും. പിതാവ് അംഗീകരിച്ചതല്ല നമ്മുടെ അവകാശം. അതിൻ്റെ സൂചന, അതായത് ഈ മക്കൾ എങ്കിൽ അവകാശികളാണ് എന്ന് പറയുന്നത് സെന്റ് പോളൊക്കെ പറയുന്നത് ഈ അർത്ഥത്തിലാണ്. റോമ 8:17 നാം മക്കളെങ്കിൽ അവകാശികളുമാണ് ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ഇപ്പൊ നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുമെന്ന് പറയുമ്പോൾ പിതാവെന്നവിടെ ഈശോ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ മക്കളായി. മക്കൾ ആണെങ്കിൽ അവകാശികളാണെന്നുള്ളതും ആദിമസഭയുടെ ബോധമാണ്. പൊതുബോധം എന്നൊക്കെ പറയില്ലേ, ആദിമസഭയുടെ പൊതുബോധം എന്താണ്? അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം അവകാശങ്ങളാണ്. ഇനി വരുന്ന ഒരു വെല്ലുവിളിയുണ്ട്. അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറയുന്ന സംഭവമുണ്ട്. എന്താണ്? കടമകൾ. അപ്പം അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി അവകാശം പ്രാപിക്കാൻ വേണ്ടി സ്വാഭാവിക നീതി നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? കടമകളാണ്. കടമകൾ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്താ? 1 കൊറിന്ത്യർ 9:16 എടുത്തേ. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല. അത് എന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അപ്പൊ ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കടമ എന്ന് പറയുന്നത് സുവിശേഷം ജീവിക്കുക,
സുവിശേഷം കൈമാറുക എന്നുള്ളതാണ്. ഈ വിഷയത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മളെ ഒരു വ്യക്തി ദൈവാനുഗ്രഹം ഈസിയാക്കാനുള്ള, ലളിതമാക്കാനുള്ള ഏറ്റവും ഒരു നടപടിക്രമം എന്ന് പറയുന്നത് നമ്മുടെ കടമകൾ നമ്മൾ ഭംഗിയായി നിർവഹിച്ച് ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം. എന്താണ് അത്? അതായത് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. അത് എന്റെ കടമയാണ്. അതായത് എന്റെ വിഷയം വെച്ചാല് ഈ കടമ നമ്മൾ സ്നേഹത്തോടെ നിർവഹിച്ചു കഴിഞ്ഞാൽ, അതായത് സുവിശേഷ വിഹിതമായി ജീവിക്കുക, അത് സുവിശേഷം പ്രഘോഷിക്കുന്നതിനും തുല്യമാണ്. സുവിശേഷം മറ്റുള്ളവർക്ക് കൈമാറുന്നതും സുവിശേഷം പ്രസംഗിക്കുന്നത് തുല്യമാണ്. സത്യം പറഞ്ഞാൽ ഈ വിഷയം ഒന്ന് കറക്റ്റ് ചെയ്താൽ മറ്റുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റാകും. ഓരോ ദിവസവും ഈ ഡെയിലി ബ്രെഡ് കൂടുന്നവരെ, അതുകൊണ്ട് മെച്ചമുണ്ടാക്കി നിങ്ങൾ വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സുവിശേഷത്തിൻ്റെ പ്രചാരകരായി മാറണം. നിർഭാഗ്യവശാൽ ഇത്രയും സുവിശേഷ വേലകളെല്ലാം നടന്നതിന് ശേഷവും സുവിശേഷം ബോധപൂർവം കൈമാറുന്ന വളരെ 2% കത്തോലിക്കരെ നമ്മൾ കണ്ടെത്താൻ പറ്റുന്നുള്ളൂ. ഇതാണ് സഭയുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി. നിങ്ങളെ കൂടുതൽ സുവിശേഷകരുണ്ടാകാനും സുവിശേഷം ജീവിക്കുക എന്നുള്ള ലക്ഷ്യമാകാനും അങ്ങനെ ദൈവത്തിരുസന്നിധിയിൽ അനുഗ്രഹങ്ങൾക്കും അവകാശങ്ങൾക്കും യോഗ്യമാകാനും ബോധപൂർവമായ ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്നതാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകള് ഞങ്ങളുടെ അവകാശം പ്രാപിക്കാൻ കടമ നിർവഹിക്കുന്നതിന്റെ ഭാഗമായി സുവിശേഷ വേല ചെയ്യാനും സുവിശേഷം ജീവിക്കുവാനും സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കോടാനുകോടി നന്ദി. എൻ്റെ പേര് ജീന ജെ. ഞാൻ സെൻട്രൽ ഗവൺമെൻറ് സർവീസിൽ അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് ഓഫീസറായി പോസ്റ്റൽ അക്കൗണ്ട്സ് ഓഫീസ് നാഗ്പൂർ മഹാരാഷ്ട്രയിൽ സേവനമനുഷ്ഠിക്കുന്നു. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാമിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് മാർച്ച് മാസം 8-ാം തീയതി 2025 2013 നവംബറിലാണ് ഞാൻ സെൻട്രൽ ഗവൺമെൻറ് സർവീസിൽ സേവനമനുഷ്ഠിക്കുന്നത്. ഞാനൊരു ബിടെക്കും എംടെക്കും നെറ്റ് ക്വാളിഫൈഡുമായിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയായിരുന്നു. എന്നാൽ ഞാൻ 2013 സേവനത്തിൽ കയറുമ്പോൾ ഞാൻ സോർട്ടിംഗ് അസിസ്റ്റൻ്റായിട്ടാണ് കയറുന്നത്. എനിക്ക് ജോലി ലഭിച്ചതിൻ്റേതായൊരു സന്തോഷമുണ്ടെങ്കിലും അന്ന് മുതൽ ഈ പുതിയ പ്രൊമോഷൻ ലഭിക്കുന്നത് വരെ ഒരു ചെറിയ ജോലി ചെയ്യുന്നതായ ഒരു വിഷമം എൻ്റെ ജീവിതത്തിലുടനീളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ കഴിയുന്ന എല്ലാ എക്സാമുകളും ഞാൻ എഴുതിക്കൊണ്ട് തന്നെ ഇരുന്നു. അത് PSC ആവട്ടെ, SSC ആവട്ടെ, UPSC, RRB എന്നിങ്ങനെ എനിക്കറിയില്ല ഏതൊക്കെ പരീക്ഷകളാണ് ഞാൻ എഴുതിയിട്ടുള്ളത് എന്നുള്ളത്. അങ്ങനെ 11 വർഷത്തോളം ഞാൻ ഈ സർവീസ് വളരെ നല്ല സേവനമാണ്, നല്ല ഡിപ്പാർട്ട്മെൻറ്റാണ്. എങ്കിൽ പോലും എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ളൊരു ജോലി കിട്ടുന്നില്ലല്ലോ എന്നൊരു ഉള്ളിലുള്ളൊരു വിഷമം എന്നെ വിട്ട് മാറുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു അമ്മയാണ്, 3 കുട്ടികളുടെ അമ്മയാണ്. പിന്നെ ഇപ്പോൾ എൻ്റെ ശരിക്കുള്ള സ്ഥലം എറണാകുളം ജില്ലയാണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നതാണ് നാഗ്പൂർ. അങ്ങനെ ഇരിക്കെ 11 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എക്സാം, എൻ്റെ ലൈഫിലെ അവസാനത്തെ എക്സാം ആണെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ പരീക്ഷ എഴുതാൻ തീരുമാനം എടുക്കുന്നത്. കാരണം ഓരോ പരീക്ഷ എഴുതുമ്പോഴും എൻ്റെ ഫാമിലി അടക്കം, എൻ്റെ കുഞ്ഞുങ്ങളടക്കം ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു.
കാരണം ഓരോ സമയം അത് പരീക്ഷ ട്രിവാൻഡ്രത്ത് വെച്ചായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചായിരിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനെന്ന് പറഞ്ഞ് കുറേ സമയം പോവും. അങ്ങനെ പ്രാർത്ഥന ഉണ്ടെങ്കിലും എത്ര ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിൽ എത്തിച്ചേരുന്നില്ല. അങ്ങനെ തടസ്സപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ഒരു കൃപാസനം എന്ന ദേവാലയത്തെക്കുറിച്ച് എനിക്കറിയാം, പക്ഷേ എന്താണെന്നോ, ഇവിടുത്തെ എന്താണ് പ്രത്യേകത, ഇവിടുത്തെ ആചാരങ്ങൾ എന്താണ്, ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, ഇവിടുത്തെ നിയോഗങ്ങൾ എന്താണ്, ഒന്നും എനിക്കറിയില്ല. എൻ്റെ വീട് ട്രിവാൻഡ്രത്താണ്. ഞാൻ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളം പോകുമ്പോഴും ഇവിടെ ഒരു ജനത്തിരക്കും ഒക്കെ കാണാറുണ്ട്, പക്ഷേ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ പരീക്ഷ എഴുതുന്ന സമയമൊക്കെ ആകുമ്പോൾ ഈ പരീക്ഷ വരുമെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ നവംബർ ഡിസംബർ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ആദ്യം ഡെയിലി ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബിലെ പ്രാർത്ഥന കാണാറുണ്ടായിരുന്നു. അതിനിടയിലൂടെ ഇങ്ങനെ യൂട്യൂബിൽ ജോസഫ് അച്ഛൻ്റെ അനുദിന പ്രാർത്ഥന ഡെയിലി ബ്രെഡിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കാണാറുണ്ട്. അപ്പം ഞാൻ അത് സബ്സ്ക്രൈബ് ചെയ്തു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ ഒരു ദിവസം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അതൊരു പ്രത്യേക ഒരു എനർജിയാണ്. അന്ന് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അന്നത്തെ ബ്ലെസ്സിങ് ആണ്. അന്ന് നമ്മളൊരു ജോലി ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ, നമ്മുടെ അന്നത്തെ ജീവിതം ആരംഭിക്കുന്നതിന് മുന്നേ ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ അന്നത്തെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ഉള്ളൊരു പ്രത്യക്ഷീകര പ്രാർത്ഥന. ആദ്യം ഞാൻ പ്രത്യക്ഷീകര പ്രാർത്ഥന സ്കിപ്പ് ചെയ്തിട്ട് ഈ പ്രാർത്ഥന മാത്രം കേൾക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇത് രണ്ടും കേൾക്കും. അത് കഴിഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങൾ ഞാൻ അച്ഛൻ പറയുന്നത് വചനം എഴുതിയെടുക്കും. അങ്ങനെ അത് കണ്ടിന്യൂസ് അതിൻ്റെ ഒരു ജീവിതത്തിലെ ഒരു ഭാഗമായി മാറി. അങ്ങനെ ഡെയിലി ഇത് കേൾക്കാറുണ്ട്. അതിനിടയിൽ നോട്ടിഫിക്കേഷൻ വന്നു, പരീക്ഷ എഴുതി. ജനുവരി 25 എൻ്റെ എക്സാം. ആ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥന കേൾക്കണം, പക്ഷെ കൃത്യമായിട്ട് 5:30 ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ എപ്പോഴെങ്കിലും അത് കേൾക്കും അന്നത്തെ പ്രാർത്ഥന. അങ്ങനെ ഈ AAO എക്സാം, അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് ഓഫീസർ എക്സാം വളരെ ബുദ്ധിമുട്ടുള്ള എക്സാമാണ്. ഇപ്പോൾ ഈ ഇടക്കാലത്ത് 2018, 2022 പിന്നെ 2024 ഉണ്ടായിരുന്നത്. 2018 അത് വിത്ത് ബുക്കായിരുന്നു. അന്ന് കിട്ടാനൊക്കെ എളുപ്പമുണ്ടായിരുന്നു, ഒത്തിരി വേക്കൻസി ഉണ്ട്. 2022 ആയപ്പോഴത്തേക്കും ബുക്കൊന്നും ഇല്ല, നമ്മൾ തന്നെ പഠിച്ച് നല്ല രീതിയിൽ ഡിസ്ക്രിപ്റ്റീവായിട്ടൊക്കെ എഴുതണം. 24 ആയപ്പോഴും വിത്തൗട്ട് ബുക്കാണ്. 6 പേപ്പറുണ്ട്, 3 ദിവസം എക്സാം, ഒരു ദിവസം 2 പേപ്പർ വെച്ച് ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, കാരണം ഞാൻ വർക്ക് ചെയ്തത് സാധാ ഓപ്പറേഷണൽ ഫീൽഡിലാണ്. സാധാ ഒരു സോർട്ടിംഗ് ആണ് ഞങ്ങളുടെ ജോലി. അത് കത്ത് വരുന്നു, അത് സോർട്ട് ചെയ്യുന്നു. അതിനിടയിൽ കൂടെ ഞാൻ കുറച്ച് നാൾ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ചെറിയ വിവരങ്ങളൊക്കെ എനിക്കുള്ളൂ. അങ്ങനെ ഞാൻ പക്ഷേ എങ്കിലും എനിക്ക് ബുക്കുകളൊക്കെ വായിക്കുന്നത് ഇഷ്ടമാണ്, കളക്ട് ചെയ്തൊക്കെ വയ്ക്കും. അപ്പം ഞാൻ ഈ പരീക്ഷ വന്നപ്പോൾ എങ്ങനെ പഠിക്കും എന്ന് എനിക്കറിയില്ല, എന്തൊക്കെ കളക്ട് ചെയ്യണം എന്നറിയില്ല, ആരോട് ചോദിക്കും, ഏത് കോച്ചിങ്ങിന് പോകണം ഒന്നും അറിയില്ല. പക്ഷേ മാതാവ് എനിക്ക് ഓരോ സമയത്തും അതിൻ്റെ ഒരു ഗൈഡൻസ് പോലെ എൻ്റെ ഇങ്ങനെ പഠിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തരുന്നുണ്ടായിരുന്നു. പഠിക്കാനായിട്ടുള്ള വീട്ടിലെ സാഹചര്യങ്ങൾ, കുഞ്ഞിനോടൊപ്പം വളരെ ചെറിയ കുഞ്ഞായിരുന്നു, 6 മാസമൊക്കെ പ്രായം ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. അപ്പം എങ്കിലും ആ സമയത്തെല്ലാം മാതാവ് ഒരുക്കി. അതൊന്നും എനിക്ക് എങ്ങനെയാണ് ശരിയായി വരുന്നതെന്ന് അറിയില്ല, മാതാവ് എല്ലാം ഒരുക്കി തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ടെൻഷനായി. എങ്ങനെയെങ്കിലും ഇത് കിട്ടിയാൽ പറ്റും, ഇനി ഞാൻ എഴുതാൻ പോകുന്നില്ല, ഒരു എക്സാം എഴുതില്ല എന്ന് ഉറപ്പിച്ചാണ് നടക്കുന്നത്. അങ്ങനെ ടെൻഷൻ കൂടി, ഓരോ സമയമാകുമ്പോഴും കൂടുതൽ ടെൻഷനായി. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, ഇവിടെ എങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നത്? അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, അവിടെ പോയാലേ അവിടുത്തെ ഒരു അന്തരീക്ഷം നിങ്ങൾ പോയി കാണണം, അവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് പോരാൻ തോന്നില്ല, അവിടെ പോയി എടുക്കണമെന്ന്. പക്ഷേ ആദ്യം എനിക്ക് പോകാനെന്ന് പറഞ്ഞാൽ ഞാൻ ചുമ്മാ ഓൺലൈനിൽ എടുക്കാമെന്ന് അറിഞ്ഞത് കേട്ട് ഓൺലൈനിൽ ഞാനൊരു ഉടമ്പടി അങ്ങ് എടുത്തു. അതുമുതൽ എനിക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അതിൽ കുറേ കണ്ടീഷൻസ് പറയുന്നുണ്ട്, നമ്മൾ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യണം. പക്ഷേ ഞാൻ അധികം ജോലിക്ക് പോകുന്നെങ്കിൽ ഹസ്ബൻഡ് കൊണ്ടുവിടും, തിരിച്ച് വിളിച്ചുകൊണ്ട് ഒരാളുടെ ഇടയിൽ അങ്ങനെ ഒരിടവും പുറത്ത് പോകാറൊന്നുമില്ല. അപ്പോൾ എങ്ങനെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യും എന്നുള്ളതായി ടെൻഷൻ. അങ്ങനെ ഇരിക്കെ പിറ്റേ ദിവസം, അതിൻ്റെ അടുത്ത ദിവസമാണ് ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസ് ബിൽഡിങ്ങിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൻ്റെ നടയാണ് അവിടെയൊക്കെ. അപ്പോൾ അവിടെ ഒരു ചേച്ചി എന്നോട് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, മോളെ എൻ്റെ മകൾക്ക് ഓപ്പറേഷനാണ്, പക്ഷേ എൻ്റെ കയ്യിൽ ഇന്ന് അവൾക്ക് കൊടുക്കാനൊന്നുമില്ല, കഴിക്കാനൊന്നുമില്ല, അവൾക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കാൻ കുറച്ച് പൈസ തരുമോ എന്ന് ചോദിച്ചു. സത്യത്തിൽ എൻ്റെ കയ്യിൽ അന്ന് പൈസയൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നും ഇല്ല തരാൻ. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു,
എനിക്ക് ഒന്നും തരണ്ട, എന്തെങ്കിലും വാങ്ങിച്ചു തന്നാൽ മതി, ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ ബ്രെഡോ എന്തെങ്കിലും വാങ്ങിച്ചു തന്നാൽ മതി. ശരി എന്ന് പറഞ്ഞ് ഞാൻ അച്ഛച്ചും കൂടെ പോയി കടയിൽ പോയി കുറച്ച് സാധനം മേടിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞതെല്ലാം മേടിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അന്ന് എൻ്റെ കയ്യിൽ പത്രം ഇത്രയധികം ഒന്നുമില്ല, കയ്യിലൊരു പഴയ പത്രം ഞാൻ പള്ളിയിലൊക്കെ സ്റ്റാൻഡിൽ ചിലപ്പോൾ ഇങ്ങനെ വേണ്ടാതെയൊക്കെ ഇട്ടേക്കും, ആരെങ്കിലും വെച്ചിട്ട് പോകും. അതൊക്കെ ഞാനെടുത്ത് എനിക്ക് ഒരെണ്ണം ഞാൻ എപ്പോഴും എടുക്കാറുണ്ട്, അതെൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ചേച്ചിയുടെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, കൃപാസനത്തിൽ ചേച്ചി പോകണം, അവിടെ ഭയങ്കര മിറാക്കിളാണ്, ചേച്ചി പോകണം. അപ്പോൾ എനിക്കറിയാം മോളെ ദൈവം അനുഗ്രഹിക്കുന്നു, ഇത്ര മാത്രമേ പറഞ്ഞോളൂ. പിന്നെ ഞാൻ ആ ചേച്ചിയെ കണ്ടിട്ടില്ല. അപ്പോൾ പക്ഷെ അന്ന് എനിക്ക് ചിലവായത് 500 രൂപയിൽ ചില്ലറയായിരുന്നു. അന്ന് വൈകുന്നേരം എനിക്ക് ആ പൈസ മറ്റൊരു വിധത്തിൽ എനിക്ക് തിരിച്ചു കിട്ടി. അത് വളരെ അപ്രതീക്ഷിതം. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ചിലവാകുന്നത് തിരിച്ചു കിട്ടുന്നത്. അത് ശരിക്കും ഞാൻ ലോട്ടറിയൊക്കെ എടുക്കുന്ന ആളൊന്നും അല്ല, ചുമ്മാ ഞാൻ എടുത്ത് വെച്ചതാണ്. അത് 2000 രൂപ അടിച്ചു. അതായത് 500 രൂപയ്ക്കകത്ത് എനിക്ക് ചിലവായുള്ള 2000 രൂപ എനിക്ക് ലോട്ടറി അടിച്ചു. പിന്നെ എനിക്ക് അടിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം എനിക്ക് മാതാവ് എനിക്കൊരു അടയാളം തന്നതാണ്, നീ എന്നെ വിശ്വസിക്കണം എന്ന് പറഞ്ഞൊരു. കാരണം ഞാൻ എപ്പോഴും കൊന്ത ശരീരത്തിൽ ഉപയോഗിക്കും, എപ്പോഴും ഞാൻ മാലയിടും. പക്ഷേ ചെറുപ്പത്തിൽ എനിക്ക് ജപമാലയൊക്കെ ചൊല്ലും. പിന്നെ എൻ്റെ വിശ്വാസം കുറഞ്ഞു പോയി, മധ്യസ്ഥ പ്രാർത്ഥനകളിലൊക്കെ ഉള്ള വിശ്വാസം കുറഞ്ഞു പോയി. പിന്നെ മാതാവ് എന്നെ അടുപ്പിക്കലായിരുന്നു. അങ്ങനെ മാതാവിലേക്ക് അടുത്തതാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഉടമ്പടി ജീവിതത്തിലേക്ക് വരുന്നു. പിന്നെ ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ ജീവിതത്തിന് മുഴുവനായിട്ട്, കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ ഒരു പ്രൊട്ടക്ഷൻ അനുഭവപ്പെട്ടു തുടങ്ങി. അങ്ങനെ റിസൾട്ട് വരുന്നത് മെയ് മാസം 9-ാം തീയതി. അതായത് എൻ്റെ ഉടമ്പടി എടുത്ത് 3 മാസം ആയിട്ടില്ല, അതിനു മുമ്പ് റിസൾട്ട് ആയിപ്പോയി. എന്നെ റിലീവ് ചെയ്യുന്നതും ഒക്കെ ലേറ്റായി. അങ്ങനെ എനിക്ക് ഇടയ്ക്കൊന്നും ഇവിടെ വരാൻ പറ്റില്ല, നാഗ്പൂരാണ് പോസ്റ്റിങ്. മാർക്ക് ഓരോ പേപ്പറിനും 40 മാർക്ക് വേണം. രാവിലെ ഉണ്ട്, ഉച്ച കഴിഞ്ഞ് പരീക്ഷയുണ്ട്. അങ്ങനെ 3 ദിവസം കണ്ടിന്യൂസ് പരീക്ഷ. ഓരോ പേപ്പറും ജനറൽ മെറിറ്റിൽ 40 മാർക്ക് വേണം. ടോട്ടലായിട്ട് നമ്മൾ മെറിറ്റ് ലിസ്റ്റിൽ, റാങ്ക് ലിസ്റ്റിൽ വരികയും ചെയ്യണം. ഇതായിരുന്നു കണ്ടീഷൻ. അപ്പോൾ ജനറലിൽ കിട്ടുമെന്നുള്ളത് ആ ഒരു ടെൻഷൻ എപ്പോഴും എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ഹോൾ ടിക്കറ്റിൽ മാതാവിൻ്റെ വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് കൈയും കാലം എനിക്ക് അറിയില്ല. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉടമ്പടിയിലാണോ വേറെ നിങ്ങൾ ആലോചിക്കരുത്, പേടിക്കരുത്, പിന്നെ ബാക്കിയെല്ലാം മാതാവ് നോക്കിക്കോളും. എങ്കിലും ഞാൻ ആദ്യം റിസൾട്ട് നോക്കുന്നതിന് മുന്നേ ആദ്യം ഭയങ്കരമായിട്ട് പേടിച്ചു. എങ്കിലും നോക്കിയപ്പോൾ ഏറ്റവും ലാസ്റ്റ് ജനറലിൽ 392.5 മാർക്കാണ് എൻ്റേത്. പിന്നീടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് 0.25 കിട്ടിയ ആൾക്ക് കിട്ടിയിട്ടില്ല. അത് ജനറൽ മെറിറ്റിൽ ഏറ്റവും ലാസ്റ്റ്. ഞാനിപ്പോഴും അത് മാതാവിനോട് എൻ്റെ ജീവിതം ഞാനൊരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷി ആകണമെന്ന് ഞാൻ അന്ന് അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കാൻ പറ്റണം, എനിക്കും എൻ്റെ കുടുംബത്തിനും മറ്റുള്ളവർക്ക് ഈശോയെ കൊടുക്കാൻ പറ്റണം എന്നുള്ള ഒരു വരി കൂടെ ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എഫക്റ്റാണെന്ന് എനിക്ക് ഉറപ്പായിട്ട് മനസ്സിലായി. പിന്നെ ഞാൻ എവിടെയും ഒരു നാണക്കേടും കൂടാതെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഞാനൊരു ഗ്രൂപ്പ് ബി ഗസറ്റഡ് ഓഫീസറാണ്. ഇപ്പോഴും എവിടെയും എപ്പോഴും ഞാൻ ആദ്യം പറയണതായിരിക്കും, ഞാനാണ് ജനറൽ മെറിറ്റിൽ ഏറ്റവും ലാസ്റ്റ്, എനിക്ക് കഴിഞ്ഞ് പിന്നെ ആർക്കും കിട്ടിയിട്ടില്ല. ആ ഒരു വാക്ക് ഞാൻ പറയും. അങ്ങനെ മാതാവ് എനിക്ക് ആ ഒരു ലിസ്റ്റിൽ ഒരു ഇടം തന്നു. ഇന്ന് ഞാൻ ആ ലിസ്റ്റിൽ കയറാൻ പറ്റാത്ത ഒത്തിരി സഹോദരങ്ങൾ എനിക്കറിയാം. അവർ വളരെ വിഷമത്തോടെ നോക്കി വിഷമിച്ചിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വിജയം ഞാൻ കൃപാസനം മാതാവിന് ഞാൻ സമർപ്പിക്കുന്നു. പിന്നെ ഞാൻ ഇവിടുന്ന് എൻ്റെ ജീവിതം ആകെ വ്യത്യാസമാണ്. കാരണം ഫാമിലിയോടെ ഞങ്ങൾ മഹാരാഷ്ട്രയിലേക്ക് പോകേണ്ടി വന്നു. നാഗ്പൂർ സെറ്റിൽ അവിടെ പള്ളികളൊക്കെ വളരെ കുറവാണ്, പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങളൊക്കെ കുറവാണ്, ദൂരെയൊക്കെയാണ്. എങ്കിലും ഞാൻ ഇവിടുന്ന് പോയപ്പോൾ മറാഠി, ഹിന്ദി, ഇംഗ്ലീഷ്, പിന്നെ മലയാളം ഇത്രയും പേപ്പർ ഞാൻ കരുതിയിരുന്നു. അതുപോലെ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ കുറേ കാശുരൂപവും ഉപ്പും പുസ്തകങ്ങളും ഒക്കെ മേടിച്ചുകൊണ്ട് പോകും. ആരെങ്കിലും ആവശ്യമാണെന്ന് കണ്ടാൽ അവർക്ക് ഞാനത് കൊടുക്കും. അപ്പോൾ അതിലെ 1-2 അടയാളങ്ങൾ എനിക്കുണ്ടായിട്ടുള്ളത്, ഞാൻ സുഖമില്ലാത്ത കുഞ്ഞുങ്ങൾ കാണുമ്പം അവർ ഭക്ഷണം കഴിക്കാതെയൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ ഞാൻ വെഞ്ചരിച്ച ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി അവർക്ക് കൊടുത്ത ശേഷം അവർ ഭക്ഷണം കഴിച്ചു തുടങ്ങി. അതെന്നെ നേരിട്ട് എനിക്ക് കാണുമ്പോൾ ഞാൻ തന്നെ അത് ചെയ്യാറുണ്ട്.
പിന്നെ അതുപോലെ എൻ്റെ റിലേറ്റീവ്സ് അകലെയാണ്, ട്രിവാൻഡ്രത്താണ്. അപ്പോൾ അവരെയും എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ എനിക്ക് കഴിയില്ല, എനിക്ക് ഓടിച്ചെല്ലാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്, തേനും ഉപ്പും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അവിടെ ഉണ്ടെന്ന് അറിയുമ്പോഴത്തേക്ക് ഞാൻ പറയും, വിശ്വാസ പ്രമാണം ചൊല്ലി ഇത് അപ്പന് കൊടുക്കണം, അമ്മയ്ക്ക് കൊടുക്കണം, അങ്ങനെ പറയും. അതുപോലെ വീടിൻ്റെ ഭാഗത്തും മറ്റ് അതായത് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ ഉപയോഗിക്കും, വിഞ്ചരിച്ച ഉപ്പ് ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ നിന്ന് മണ്ണ് എടുത്തിട്ട് പോയി അത് അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ എവിടെയൊക്കെ ഈശോയുടെ നാമം വെളിപ്പെടുത്താൻ പറ്റുമോ അവിടെയൊക്കെ ഞാൻ പറയാറുണ്ട്. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നത് പോലെ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ എന്നെക്കാൾ അധികമായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളാണ് എന്നെക്കാൾ അധികമായിട്ട് ഈശോയെയും മാതാവിനെയും കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത്. ഓരോ പ്രാവശ്യം പറയുമ്പോഴും അവരുടെ ലൈഫിൽ കൂടുതൽ കൂടുതൽ നന്മകൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് കാണപ്പെടുന്നു. അപ്പോൾ എവിടെയൊക്കെയാണോ നമ്മൾ വചനം പ്രസംഗിക്കുകയും മാതാവിനെക്കുറിച്ച് പറയുകയും ഈശോയെക്കുറിച്ച് പറയുകയും നമ്മൾ ആ നന്മ പങ്കുവെക്കുകയും ചെയ്യുമ്പോഴെല്ലാം വചനത്തിലൂടെ ദൈവം അത് സ്ഥിരീകരിക്കുകയും ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. പിന്നെ ചെറിയ ചെറിയ സംഭവങ്ങളും ഇതിനോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ്റെ കേസിൽ ഞാൻ തടസ്സങ്ങൾ എവിടെയൊക്കെ വരുന്നത്, സാമ്പത്തിക ഞെരുക്കങ്ങൾ വരുമ്പോഴും അഡ്മിഷൻ കിട്ടാതെ വരുമ്പോൾ, വീട് കിട്ടാതിരിക്കുമ്പോഴും എപ്പോഴും ഇപ്പം ഒരു ഉറപ്പുണ്ട്, വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണവും മാതാവും ഈശോയും ഞങ്ങളുടെ ഒപ്പമുണ്ടെന്നുള്ളത്. ഇതുപോലെ വലുതും ചെറുതുമായ ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഇന്ന് ഞാൻ ഉടമ്പടി പുതുക്കാനാണ് വന്നത്, സാക്ഷ്യം പറയണമെന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം മാതാവിനും കൃപാസനം മാതാവിനും സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി. എൻ്റെ പേര് മെർലിൻ, ഞാൻ ഓസ്ട്രേലിയയിലെ മെൽബണിൽ നിന്ന് വരുന്നു. ഞാൻ ഇന്നലെ രാത്രിയാണ് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നത്, 3 വർഷത്തിന് ശേഷം. അപ്പോൾ ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് ഇന്ന് വന്നതാണ്. ഞാൻ ഓൺലൈനിലാണ് ഉടമ്പടി എടുത്തത്. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് 2024 ഒക്ടോബർ 9-ാം തീയതിയാണ്. പക്ഷേ ഞാൻ കൃപാസനത്തിനെ പറ്റി ആദ്യമായിട്ട് കേൾക്കുന്നത് 2018-ലാണ്. എൻ്റെ മമ്മി 2018 ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് മമ്മിയുടെ കൂടെ ഞാൻ കൃപാസനത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഞാൻ ആ ഒരു ഏരിയയിൽ പോയി ഇരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് എനിക്ക് ചൂടെടുത്തിട്ട് ഞാൻ മമ്മിയോട് എന്നെ മേലെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കിയാണ് ഇവിടുന്ന് പോയത്. അങ്ങനെ അപ്പോൾ 2018 തൊട്ട് എനിക്ക് ഓസ്ട്രേലിയയിൽ പോയി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. 2018 ഞാൻ IELTS ഒക്കെ എഴുതി. പക്ഷേ പിന്നെ IELTS ഒക്കെ പാസ്സായി. പക്ഷേ ഓസ്ട്രേലിയക്ക് പോകാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ അതങ്ങനെ കടന്നു. ഞാൻ പിന്നെ BEd ഒക്കെ പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 2022 ഞാൻ വീണ്ടും ഓസ്ട്രേലിയക്ക് പോകണമെന്ന് വിചാരിച്ച് പ്രോസസ്സിംഗ് ഒക്കെ തുടങ്ങി. എന്നിട്ട് ഇതുപോലെ എനിക്ക് പ്രോസസ്സിംഗ് ഒക്കെ എനിക്ക് ഭയങ്കര ഡിലേ ആയിരുന്നു. എനിക്കൊരു ഓഫർ ലെറ്ററൊക്കെ വന്നത് ഭയങ്കര താമസിച്ചാണ്. എന്നിട്ട് വിസയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഡിസംബറായിട്ടും എനിക്ക് വിസയ്ക്ക് ഏജൻസിക്കാരെ ആപ്ലിക്കേഷൻ അയക്കുന്നില്ല. ഞാൻ എല്ലാ പേപ്പറും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർ ഓരോരോ റീസൺ പറഞ്ഞിട്ട് ഇങ്ങനെ ഡിലേ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാനിങ്ങനെ യൂട്യൂബിലൊരു വീഡിയോ കണ്ടു. ഒരു കൊച്ചിന്, ഒരു നോർത്ത് ഇന്ത്യയിലുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനെ ഓട്ടോ ഗ്രാൻഡായിട്ട് 2 മിനിറ്റിനുള്ളിൽ ഓസ്ട്രേലിയൻ വിസ ഗ്രാൻഡ് ആകുന്ന ഒരു വീഡിയോ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ തന്നെ എനിക്ക് കൃപാസനത്തിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ എനിക്ക് ഫോണിൽ വന്നു. അപ്പം മമ്മി എനിക്കിങ്ങനെ ഒരു കാശുരൂപം തന്നിട്ടുണ്ടായിരുന്നു കൃപാസനത്തിലെ. അപ്പം ഞാനിങ്ങനെ ആ കൃപാസനത്തിലെ വീഡിയോ ഞാൻ വെറുതെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ മാതാവിനെ പരീക്ഷിക്കണം, എനിക്ക് വേറെ ഒരു ഉദ്ദേശമില്ല, മാതാവിനെ പരീക്ഷിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, നാളെ ഏജൻസിക്കാരെന്നെ ഇങ്ങോട്ട് വിളിച്ച് എനിക്ക് വിസയ്ക്ക് വെച്ച് എനിക്ക് ഓട്ടോ ഗ്രാൻഡായിട്ട് വിസ വരുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാതെ. അപ്പോഴത്തേനും അങ്ങനെ ഞാനങ്ങ് പറഞ്ഞു വെച്ചു. അതിന് പിറ്റേ ദിവസം ഇതുപോലെ ഒരു ഒക്ടോബർ 9, 2023 അപ്പം ഇതുപോലെ ഏജൻസിക്കാരെന്നെ വിളിച്ചു, നമുക്ക് വിസയ്ക്ക് വെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വിളിച്ചു. വന്നിട്ട് വിസയുടെ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്തു. ഒരു വൈകുന്നേരം 4:30 ആയപ്പോഴത്തേനും അവർ വിസ ഫീസ് അടച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞാൻ ഫോൺ വെച്ച് ഞാൻ എൻ്റെ മുറിയിൽ നിന്ന് ഞാൻ അടുക്കള വരെ ഞാൻ പോയില്ല. അതിന് മുന്നേ ഫോൺ വീണ്ടും ബെല്ലടിക്കുന്നു. അപ്പോഴത്തേനും ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേനും ഫോൺ എടുത്തു. അപ്പോൾ ഏജൻസിക്കാരായിരുന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ക്രിസ്മസിന് എന്നാ പരിപാടി? ഞാൻ ചോദിച്ചു, എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഓസ്ട്രേലിയക്ക് പോകണില്ല. ഞാൻ ചോദിച്ചു, വിസ വരാതെ എങ്ങനെയാണ് ഓസ്ട്രേലിയക്ക് പോകണം? എനിക്ക് ദേഷ്യം വന്നു. അപ്പോഴത്തേനും അവർ പറഞ്ഞു വിസ വന്നത്. അപ്പോഴത്തേനും എനിക്കറിയത്തില്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ മാതാവ് എന്നെ അതുപോലെ ഒരു വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സാധിച്ചു തന്നു. എന്നിട്ട് ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വന്നു കഴിഞ്ഞു. മാതാവ് ഇത്രയും വലിയ അത്ഭുതം ചെയ്തു. എന്നിട്ട് ഞാൻ പഠിച്ചില്ല. ഇവിടെ ഒരു സിസ്റ്റർ ഉണ്ട്,
ഉണ്ടായിരുന്നു. പണ്ട് ആ സിസ്റ്റർ ഇപ്പോൾ ഉണ്ടായിരുന്നു. എനിക്ക് സോറി പറയണമെന്നുണ്ട്, എനിക്ക് അത്രയും ദേഷ്യമായിരുന്നു സിസ്റ്ററിനോട്. അപ്പോഴത്തേന് ആ സിസ്റ്ററിനോട് പറഞ്ഞു, മാതാവ് നിനക്ക് അനുഗ്രഹം തന്നു, നീ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. നീ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിനി ഒന്നും ചെയ്യാൻ പോണില്ല, മാതാവിനെ അനുഗ്രഹിച്ചു, ഞാൻ സാക്ഷ്യം പറയും. അപ്പം നീ ഉടമ്പടി എടുക്കുമോ, കാരുണ്യ പ്രവൃത്തി ചെയ്യോ? അതൊന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് സാക്ഷ്യം പറയാം. അപ്പോൾ സിസ്റ്റർ സാക്ഷ്യം പറയിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും എനിക്ക് എന്ത് ദേഷ്യമായി. ഞാൻ ചോദിച്ചു, ഉടമ്പടി എടുത്തില്ലെങ്കിലും മാതാവ് അനുഗ്രഹിക്കുക ചെയ്യുമെന്നും പറഞ്ഞ് ഞാൻ സാക്ഷ്യം എഴുതിയായിരുന്നു. ആ പേപ്പർ ഞാനിവിടെ നേർച്ചപ്പെട്ടിയിലിട്ടിട്ട് ഞാനാണെങ്കിൽ ഓസ്ട്രേലിയക്ക് പോയി. എന്നിട്ട് അവിടെ ചെന്ന് അവിടെ ഏത് അസൈൻമെൻറ്റ് എഴുതിയാലും എല്ലാത്തിനും കാശ് രൂപം പിടിച്ചാണ് ഞാൻ എല്ലായിടത്തും പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ ഒരു പരീക്ഷയുണ്ട്, ലാൻഡേറ്റ് എന്ന് പറഞ്ഞ്. ഇപ്പം നമ്മുടെ കേരളത്തിൽ കേറ്ററ്റ് സെറ്റ് എന്നൊക്കെ പറഞ്ഞ ടീച്ചർമാർക്ക് പരീക്ഷയുള്ളതുപോലെ ഓസ്ട്രേലിയ ലാൻഡേറ്റ് എന്നും പറഞ്ഞൊരു എക്സാം ഉണ്ട്. അപ്പം അതിന് ഇതുപോലെ 3 ചാൻസേ ഉള്ളൂ. ആ 3 ചാൻസിൽ നമ്മൾ പാസ്സായില്ലെങ്കിൽ നമ്മൾ കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് പോരേണ്ടി വരും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് പാസ്സാകുകയും വേണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഫസ്റ്റ് ചാൻസിൽ പോയി എഴുതി. എൻ്റെ ക്ലാസ്സിലുള്ള ആരും ഫസ്റ്റ് ചാൻസിൽ എഴുതാൻ വന്നില്ല, കാരണം എല്ലാവർക്കും ടെൻഷനായിരുന്നു. എനിക്ക് പേടി കൂടുതലായത് കാരണം ഞാൻ വിചാരിച്ചു ആദ്യം തൊട്ട് എഴുതിയേക്കാൻ 3 ചാൻസല്ലേ ഉള്ളൂ. ആദ്യത്തത് വെറുതെ ഒരു സ്ലം പോലെ ഞാൻ പോയി കാശ് രൂപം പിടിച്ചുകൊണ്ടാണ് പോയത്. എന്നിട്ടും ഇംഗ്ലീഷും മാത്സും ലാൻഡേറ്റിന്. അപ്പോൾ എനിക്ക് മാത്സൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ എനിക്ക് അവസാനം വായിക്കാൻ സമയം പോലും കിട്ടിയില്ല. ഞാൻ വെറുതെ ആയതാണ്ട് കറക്കി കുത്തിയ ആൻസറൊക്കെ സബ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോഴത്തേനും ഞാൻ ഇതുപോലെ മാതാവിൻ്റെ കശരൂപം പിടിച്ച് കുരിശ് വരച്ചിട്ടാണ് സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ റിസൾട്ട് വന്നപ്പോഴത്തേനും ഫസ്റ്റ് ചാൻസിൽ തന്നെ മാതാവ് അനുഗ്രഹിച്ച് ഞാൻ ലാൻഡേറ്റ് പാസ്സായി. എൻ്റെ ക്ലാസ്സിൽ ആദ്യമായിട്ട് എക്സാം പാസ്സായത് ഞാനാണ്. പിന്നെ ഒരുപാട് പിള്ളേർ ഇതുപോലെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് പോയി. അതുപോലെ തന്നെ ഈ എക്സാം പാസ്സാകാത്തത് കാരണം. അപ്പം മാതാവ് അനുഗ്രഹിച്ച് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല. പിന്നെ വളരെ സ്മൂത്തായിട്ടാണ് എനിക്ക് എല്ലാ അസൈൻമെൻ്റ് ആണെങ്കിലും. എൻ്റെ ക്ലാസ്സിൽ കൂടുതൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിരുന്നു. പക്ഷേ അവരാരും പാർട്ട് ടൈം ജോലിക്കോ അങ്ങനെയൊന്നും പോകുന്നില്ല, ഞാൻ മാത്രമേ പോകുന്നുള്ളായിരുന്നു. എന്നിട്ട് പോലും എനിക്ക് ഒരു അസൈൻമെൻറ്റിന് പോലും ഒരു എക്സ്ട്രാ ഡേയ്സ് ഒന്നും ചോദിക്കാതെ എല്ലാം കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യാൻ മാതാവ് സഹായിച്ചു. എല്ലാത്തിനും ഞാൻ മാതാവിൻ്റെ കാശുരൂപം വെച്ച് കുരിശ് വെച്ചാണ് എല്ലാ അസൈൻമെൻറ്റും ഞാൻ സബ്മിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒക്ടോബർ 2024 എൻ്റെ കോഴ്സ് കഴിയാറായി. നവംബർ ആകുമ്പോൾ കോഴ്സ് കഴിയും. അപ്പം ഞാൻ സെപ്റ്റംബറിൽ വെച്ച ഒരു അസൈൻമെൻറ്റിൻ്റെ മാർക്ക് എന്ത് ചെയ്താൽ വരുന്നില്ല. വാലുവേഷൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, എന്ത് ചെയ്താൽ മാർക്ക് വരുന്നില്ല. അപ്പോഴത്തേനും ഒരു ദിവസം റിസൾട്ട് വന്നു എന്നും പറഞ്ഞ് ഇങ്ങനെ ഇമെയിൽ വന്നു. അപ്പം ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേനും എൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. എൻ്റെ റിസൾട്ട് അവർ ഇങ്ങനെ വീണ്ടും എന്നോട് സംസാരിക്കണം, റിസൾട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുമോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്താ കാര്യം എന്ന് മനസ്സിലായില്ല. ഇത് AI ഡിറ്റക്റ്റ് ചെയ്തു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അസൈൻമെൻറ്റിൽ ഡിറ്റക്റ്റ് ചെയ്തു എന്നാണ് അവർ റീസൺ പറഞ്ഞേക്കുന്നത്. ഞങ്ങൾക്ക് AI യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് ഇപ്പം നമുക്ക് AI യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിക്ലറേഷൻ്റെ അകത്ത് അത് എഴുതണം. അപ്പം ഞാനത് യൂസ് ചെയ്തത് ഇങ്ങനെ നമുക്ക് റെഫറൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അസൈൻമെൻറ്റ് എഴുതുമ്പോഴത്തേനും. ആ റെഫറൻസിൻ്റെ കറക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ AI യൂസ് ചെയ്തത്. അപ്പം അതിൻ്റെ അകത്ത് AI വീണ്ടും വെക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ച് ഞാനത് ഡിക്ലെയർ ചെയ്തില്ല. പക്ഷെ എന്നാലും എനിക്ക് ടെൻഷനായി, കാരണം ഇങ്ങനെ ലാസ്റ്റ് സെമസ്റ്റർ എക്സാമാണ്. അപ്പോഴത്തേനും ഇനിയിപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇനി ഞാൻ ഫെയിലായിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നെ സ്റ്റുഡൻറ്റ് വിസ റിന്യൂ ചെയ്യേണ്ടി വരും. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് ടെൻഷനൊന്നും വന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, കാരണം കഴിഞ്ഞ കുറച്ച് ദിവസം ആ ഒരു സമയത്ത് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഗ്രാജുവേഷനെ പറ്റി, എൻ്റെ പപ്പയും മമ്മിയൊക്കെ ഗ്രാജുവേഷന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗ്രാജുവേഷനെ പറ്റിയിട്ടാണ് കൂടുതൽ ചിന്തിക്കുന്നത്. മൊത്തം ഗ്രാജുവേഷൻ കഴിയുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെ പോസ്റ്റ് ഇടണം, ഇതൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി കൂടുതൽ ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ മാതാവ് എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പ്ലസ് ചെയ്തതുകൊണ്ട് മാത്രമാണ് നീ 2 കൊല്ലം ഇവിടെ അസൈൻമെൻ്റ് എല്ലാം പാസ്സായി ഇവിടെ സർവേ ചെയ്തത്. ഇപ്പം നീ ഇങ്ങനെ വേറെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അല്ലേ എന്ന് മാതാവിനെ റിമൈൻഡ് ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴത്തേനും എന്നാലും എനിക്ക് ഉടമ്പടി എടുക്കാൻ പേടിയായിരുന്നു. അപ്പം ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇടാമെന്ന് വിചാരിച്ച് ലാപ്ടോപ്പ് പറഞ്ഞു. അപ്പോൾ എനിക്ക് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ എന്ത് ചെയ്താൽ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഉടമ്പടിയുടെ ആ ഒരു സെക്ഷൻ ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പോഴത്തേനും എന്നിട്ട് ഉടമ്പടി 6 നിയോഗമൊക്കെ വെക്കാൻ പറഞ്ഞു. എനിക്ക് എന്താ വെക്കേണ്ടതെന്നൊന്നും അറിയത്തില്ല. ഞാൻ ആദ്യത്തെ നിയോഗം ഈ അസൈൻമെൻറ്റ് എനിക്ക് എങ്ങനെയെങ്കിലും ഡിസംബറിൽ കോഴ്സ് കഴിഞ്ഞ് പാസ്സാകണമെന്ന് വെച്ചു. ബാക്കി എനിക്ക് സമാധാനം വേണം, മനസ്സമാധാനം വേണമെന്ന് മാത്രമേ ഞാൻ എഴുതിയുള്ളൂ. വേറെ ഞാൻ നിയോഗമൊന്നും എഴുതിയില്ല. അങ്ങനെ എന്നിട്ട് ഞാൻ ഇതുപോലെ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇപ്പം എൻ്റെ റിസൾട്ടിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ നാളെ എനിക്ക് ക്ലാസ്സുണ്ട്. ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും എന്നെ പഠിപ്പിക്കുന്ന ആ ടീച്ചർ ഒരു ഗ്രേ കളർ, ഞാൻ ഇങ്ങനെ സാക്ഷ്യത്തിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അപ്പം ഗ്രേ കളറുള്ള ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുവാണെങ്കിൽ മാതാവ് അവിടുത്തെ എൻ്റെ എല്ലാ തടസ്സവും മാറ്റി എൻ്റെ അസൈൻമെൻറ്റിന് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാകുമെന്ന്, അതൊരു അടയാളമായിട്ട് എനിക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം യൂണിവേഴ്സിറ്റിയിൽ പോയി.
അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരുടെയും ഇതുപോലെ പലരും ഫെയിലായി. പിന്നെ കുറേ പേരുടെ അസൈൻമെൻറ്റ് ഇതുപോലെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. എല്ലാവരും ഭയങ്കര സ്ട്രെസ്സായിട്ടായിരിക്കുന്നത്. അപ്പോഴത്തേനും ക്ലാസ്സിൽ ടീച്ചർ കയറി വന്നു. അപ്പോൾ ഈ ടീച്ചർ ഒരു ഗ്രേ കളർ സ്കേർട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എനിക്ക് ഉറപ്പായി, മാതാവ് എനിക്ക് അടയാളം തന്നു, എൻ്റെ അസൈൻമെൻറ്റിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ പാസ്സാകുമെന്ന് എനിക്ക് ഉറപ്പായി. അപ്പോൾ അന്ന് വൈകുന്നേരം എനിക്ക് സൂമിൽ ഓൾറെഡി ഒരു സെഷൻ ഈ ടീച്ചറും കോഴ്സ് കോർഡിനേറ്ററുമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വന്നിട്ട് ഒരു ടെൻഷനൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ കാശുരൂപം പിടിച്ചുകൊണ്ട് ഇവരോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെയൊക്കെയാണ് ഞാൻ റെഫറൻസിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ അത് ഡിക്ലെയർ ചെയ്താൽ മതി, അപ്പം കുഴപ്പമൊന്നുമില്ല. പിന്നെ അവരെന്നോട് സോറി പറഞ്ഞു, ഇങ്ങോട്ട് സ്ട്രെസ് ആക്കിയതിന് സോറി പറഞ്ഞു. എന്നിട്ട് അടുത്ത അസൈൻമെൻറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അതൊന്നും അങ്ങനെയൊന്നും അവർ പറഞ്ഞു തരില്ലാത്ത, അതും കൂടെ എനിക്ക് ആ സൂം സെക്ഷനിൽ അവരിങ്ങോട്ട് പറഞ്ഞു തന്ന്. അപ്പം അതുപോലെ എൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേനും പലരും ഫെയിലായ അസൈൻമെൻറ്റ് എനിക്ക് 70% മാർക്കുണ്ടായിരുന്നു. അപ്പോൾ അത്രയും വലിയൊരു അനുഗ്രഹം തന്ന അമ്മ മാതാവിന് ഒരുപാട് നന്ദി. പിന്നെ അപ്പോൾ അതിനുശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ എനിക്ക് ഉടമ്പടി എന്നുള്ള പേടി, അത്രയും നാളെ എനിക്ക് ഉടമ്പടി എടുക്കാൻ പേടിയായിരുന്നു. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എനിക്ക് പിന്നെ എന്താ പറയുക, എനിക്ക് ഭയങ്കര സമാധാനമാണ്. എനിക്ക് പിന്നെ എന്തെങ്കിലും എനിക്ക് സ്ട്രെസ് ഫീൽ ചെയ്താൽ ഞാൻ ധ്യാനം കൂടും. യൂട്യൂബിൽ വേറെ എന്തെങ്കിലും വീഡിയോ കാണുന്നതിന് പകരം ഞാൻ വേറെ എന്തെങ്കിലും വീഡിയോ കാണാൻ വേണ്ടിയായിരിക്കും എടുക്കുന്നത്. പക്ഷേ അവസാനം ഞാൻ അത് നിർത്തിയിട്ട് കൃപാസനത്തിൻ്റെ സാക്ഷ്യം അല്ലെങ്കിൽ അച്ഛൻ്റെ ധ്യാനമൊക്കെ കാണും. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അച്ഛൻ്റെ ധ്യാനം വെച്ച് കഴിയുമ്പോഴത്തേനും കറക്റ്റായിട്ട് എനിക്ക് എന്താണോ വേണ്ടത് അത് തന്നെ അച്ഛൻ പറയും ആ ധ്യാനത്തിൻ്റെ അകത്ത്. അങ്ങനെ എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ അതുപോലെ എനിക്ക് ഓസ്ട്രേലിയയിൽ നമുക്ക് കോഴ്സ് കഴിഞ്ഞ് ഞാൻ മാസ്റ്റർ ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ് പഠിച്ചത്. അപ്പം നമുക്ക് ടീച്ചിങ് ലൈസൻസ് എടുക്കണമെങ്കിൽ നമുക്ക് അവിടെ VIT രജിസ്ട്രേഷൻ എടുക്കണം. അപ്പോൾ രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ നമുക്ക് IELTS വളരെ ഉയർന്ന ഒരു സ്കോർ വേണം. അപ്പം നമ്മളിവിടെ ഓസ്ട്രേലിയ പഠിക്കാൻ പോകാൻ വേണ്ടി തന്നെ നമ്മൾ IELTS 877 എന്നുള്ള അത്രയും സ്കോർ, അതേ PT അല്ലെങ്കിൽ IELTS അത്രയും സ്കോർ മേടിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്, അതും ഇംഗ്ലീഷ് ടെസ്റ്റാണ്, അതും എഴുതും. പിന്നെ ഈ ലാൻഡേജ് എന്ന് പറഞ്ഞാൽ അതിലും ഇംഗ്ലീഷ്. അപ്പോൾ ഇങ്ങനെ ഓൾറെഡി 3 ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സായിട്ടാണ് നമ്മളവിടെ പഠിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഇത് എന്തിനായി വീണ്ടും ഇംഗ്ലീഷ് ടെസ്റ്റ് ഇങ്ങനെ, ഇത് മാതാവേ ഇത് എന്തൊരു അൺഫെയർ ആയി ഗവൺമെൻറ് ചെയ്യുന്നത്, ഇവർക്ക് ഈ നിയമം ഒന്ന് മാറ്റിക്കൂടെ എന്ന് ഞാൻ മാതാവിനോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ഞാൻ ആക്ച്വലി അവിടുത്തെ ഈ VITക്കൊക്കെ ഇമെയിലൊക്കെ അയച്ചിട്ടുണ്ട്, പക്ഷേ ഇമെയിലൊന്നും പോയിട്ടൊന്നുമില്ല. അവസാനം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എന്തെങ്കിലും ഒരു നിയമം ഒന്ന് മാറ്റണം, അവിടെ പഠിച്ചവർക്ക് വീണ്ടും IELTS എഴുതണ്ട, പഠിച്ചവർക്ക് എല്ലാവർക്കും രജിസ്ട്രേഷൻ കിട്ടുമെന്നൊരു റൂൾ അവിടെ വരണമെന്നും പറഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഫലമായിട്ടുണ്ട്. പക്ഷേ ഞാൻ പിന്നെ പോയി IELTS എഴുതി എനിക്ക് എല്ലാത്തിനും ഭയങ്കര സ്കോർ കിട്ടി, ഒരെണ്ണത്തിന് മാത്രം കിട്ടിയില്ല. അപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി അതെന്തായിരിക്കും അങ്ങനെ അങ്ങനെ വന്നേന്ന് ഞാൻ വിചാരിച്ചു. എന്താ മാതാവിനെ കാശുരൂപൊക്കെ പിടിച്ച് പോയതാണല്ലോ, ഒരെണ്ണത്തിന് മാത്രം കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും അന്ന് തന്നെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ നിയമം മാറിയ ഒരു നോട്ടിഫിക്കേഷൻ എനിക്ക് വന്നു. അതായത് ഇനി തൊട്ട് അവിടെ പഠിച്ചവർക്ക് വീണ്ടും ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ് ഇംഗ്ലീഷ് ടെസ്റ്റ് വീണ്ടും എഴുതേണ്ട കാര്യമില്ല. അതായത് എനിക്ക് നേരിട്ട് ആപ്ലിക്കേഷൻ അയക്കാം. ഈ നിയമം സ്റ്റാർട്ടാകുന്നത് ഡിസംബർ 7 2024 തൊട്ടായിരുന്നു. അപ്പോൾ ആ ഡിസംബർ 7 കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് മാതാവായിട്ട് മാറ്റിയതാണ്, മാതാവ് എനിക്ക് വേണ്ടിയിട്ട് ഓസ്ട്രേലിയയിലെ നിയമം തന്നെ മാറ്റിയെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അതിന് മാതാവിനോട് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് എനിക്ക് ഫിനാൻഷ്യലി എന്നെക്കൊണ്ട് ഓസ്ട്രേലിയയിലായത് കാരണം ഞങ്ങൾക്ക് ലിമിറ്റേഷനുണ്ട്. അപ്പം ഫിനാൻഷ്യലി എന്നെക്കൊണ്ട് സാധിക്കുന്നവർക്കൊക്കെ ഞാൻ ഓൺലൈനിലായിട്ട് സഹായിക്കാറുണ്ട്. അവിടെ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ ഞാൻ എല്ലാ മാസവും അവർക്കൊരു എമൗണ്ട് ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യാറുണ്ട്. അതാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന കാരുണ്യപ്രവൃത്തി. ഉടമ്പടി എടുത്തത് വഴിയായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതായത് ഞാൻ എന്ത് കാര്യങ്ങൾ, എല്ലാ കാര്യത്തിനും ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ, ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും മാതാവ് കൂടെ ഉണ്ടാകും. മാതാവ് ഇപ്പോൾ എന്ത് കാര്യത്തിനൊരു താമസം ഉണ്ടായാലും ഒരു തടസ്സം ഉണ്ടായാലും അത് എന്തെങ്കിലും വലുത് എനിക്ക് തരാൻ വേണ്ടിയിട്ടുള്ള തടസ്സമാണെന്ന് അങ്ങനെ ഒരു തോട്ട് എനിക്കിപ്പോൾ ഉണ്ട്. പിന്നെ എന്ത് തടസ്സം വന്നാലും അത് മാതാവ് നോക്കിക്കോളൂ എന്ന് എനിക്ക് ഉറപ്പാണ്. ഇപ്പം ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു, ഞാൻ കുറച്ച് നിയോഗങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് ഉറപ്പാണ് മാതാവ് അതൊക്കെ സാധിച്ചു തരും എന്നുള്ളത്. ഇനിയിപ്പോൾ എത്ര താമസം വന്നാലും എനിക്ക് കംപ്ലയിൻ്റ് ഒന്നുമില്ല. കാരണം എനിക്ക് ഉറപ്പാണ് ഇപ്പം ഇനിയിപ്പോൾ അതല്ല മാതാവ് വിചാരിച്ചില്ലെങ്കിൽ അതിലും ഞാൻ എഴുതിയേക്കുന്നതല്ല മാതാവിന് വേണ്ടതെങ്കിൽ മാതാവും ഈശോയും എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് അത് തന്നെ സംഭവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദിയും സ്തുതിയും പറയുന്നു. എനിക്കിവിടെ നിൽക്കാൻ സാധിച്ചതിന്. എൻ്റെ പേര് വിദ്യാമോള്. ഞാൻ ഒരു ഹിന്ദുവാണ്, വൈക്കത്തു നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ്, പേര് അഖിൽ. ഞാനൊരു നേഴ്സാണ്. എല്ലാവരെയും പോലെ തന്നെ വിദേശത്ത് ജോലി വാങ്ങിക്കുക എന്നുള്ളത് എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഒരു വലിയ ആഗ്രഹമായിരുന്നു. അതിനെ തുടർന്ന് ഞാൻ OET പഠിക്കാനായി തീരുമാനിച്ചു.
ഞാൻ OET പഠിച്ചു. പക്ഷേ ഒരുപാട് തവണ ഞാൻ എഴുതിയെങ്കിലും എനിക്ക് പാസ്സാവാനായിട്ട് സാധിച്ചില്ല. അതിനെ തുടർന്നാണ് ഞാൻ കൃപാസനത്തിനെ പറ്റി എൻ്റെ ഒരു ഫ്രണ്ട് വഴി അറിയുന്നത്. അപ്പോൾ ഞാൻ കൃപാസനത്തിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നത് 2022 മെയ്യിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് ഞാൻ വരുന്നത് എൻ്റെ ഹസ്ബൻഡ് അറിയാതെയാണ്. കാരണം ഇതിനെപ്പറ്റി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ വഴക്ക് പറയുമോ അല്ലെങ്കിൽ സമ്മതിക്കുമോ എന്നൊക്കെ ഉള്ളൊരു പേടി കാരണം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പോയെങ്കിലും എനിക്ക് അത്രയും കൃത്യമായിട്ടൊന്നും ഞാൻ പാലിച്ചിരുന്നില്ല. കറക്റ്റായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ പാലിച്ചില്ല. പിന്നെ പത്രം കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. എന്നിട്ട് ഞാൻ പത്രം കൊണ്ടുവന്ന് റൂമിൽ വെച്ചു. ഞാനത് വിതരണം ചെയ്യാനൊന്നും പോയില്ല. അതിനുശേഷം ഞാൻ OET എഴുതിയെങ്കിലും എനിക്ക് പാസ്സാവാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഹസ്ബൻഡിന് ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിച്ച് ഞങ്ങൾ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടി തകർന്നു. കാലിനൊക്കെ വയ്യാതായി കുറേ നാൾ ഹോസ്പിറ്റലിലൊക്കെ കടന്നു. അത് കഴിഞ്ഞ് വീണ്ടും എന്നെ OET പഠിക്കാൻ കൊണ്ടുപോയി ചേർത്തു. ഞാൻ വീണ്ടും ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. ആ പുതുക്കുന്നതിന് തലേദിവസം മുമ്പ് വരെ ഭയങ്കര മാനസികമായി തകർന്ന് ഇനി പഠിത്തം നിർത്താം അങ്ങനെയൊക്കെയുള്ള ചിന്തയിലൂടെ കടന്നുപോയി. വളരെ ബുദ്ധിമുട്ടിയായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞാനിങ്ങനെ അച്ഛൻ്റെ ധ്യാനം ഫോണിൽ കേൾക്കാൻ തുടങ്ങി. എനിക്കിവിടെ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം വന്നു. അങ്ങനെ ഞാൻ ഇരുന്നതിൻ്റെ തലേദിവസം എൻ്റെ വീടിൻ്റെ സൈഡിലൊരു മുല്ലച്ചെടി നിൽപ്പുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിൽ നിന്ന് എനിക്കൊരു വെള്ള കൊന്ത കിട്ടി. ആ കൊന്ത ഞാൻ മുറിക്കകത്ത് കൊണ്ടുവന്നു. ഞാൻ അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പുതുക്കിയിട്ട് ഞാൻ നിയോഗം വെച്ചതും എൻ്റെ OET എക്സാമിൻ്റെ കാര്യമായിരുന്നു. അതിനുശേഷം പുതുക്കി ഞാൻ പോയി പത്രമെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയി. ഒരു മടിയില്ലാതെ ഞാൻ എല്ലായിടത്തും കൊണ്ട് നടന്ന് പത്രമൊക്കെ കൊടുത്തു. പിന്നെ കൃത്യമായി ഉടമ്പടിയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമായിരുന്നു. രാവിലെ എണീറ്റ് പ്രയർ ചെയ്യുന്നു, വൈകിട്ട് പ്രയർ ചെയ്യുന്നു. 3 മണിക്ക് വരെ ഞാൻ എണീറ്റ് പ്രയർ ചെയ്ത ദിവസങ്ങളുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 3 മണിക്ക് ചെയ്യുന്നു. പഠിത്തത്തിനേക്കാൾ കൂടുതൽ ഞാൻ പ്രാർത്ഥനയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഓരോ സമയവും ഞാൻ വചനങ്ങൾ എഴുതി, വചനങ്ങൾ കേട്ടു, ബൈബിൾ എഴുതാൻ തുടങ്ങി. ബൈബിൾ ഞാൻ എഴുതുമായിരുന്നു ബുക്കിൽ. അതിനുശേഷം എനിക്ക് എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഞാൻ അയച്ചു കൊടുക്കും. ഞാൻ സ്റ്റാറ്റസ് ഇടുന്ന കാണുമ്പോൾ കൂടുതലും പേര് ചോദിച്ചിട്ടുണ്ട്, നീ മതം മാറി ക്രിസ്ത്യാനിയായോ എന്നൊക്കെ. പക്ഷേ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തിരുന്നില്ല. ഞാൻ എല്ലാ ദിവസവും ഞാൻ സ്റ്റാറ്റസ് ഇടും. അതുപോലെ തന്നെ പ്രാർത്ഥനകൾ കൃത്യമായിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യും. എല്ലാ ചൊവ്വാഴ്ചകളിലും അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടും. അതിനുശേഷം ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും. അങ്ങനെ കൂടുതൽ സമയം ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റി വെച്ചു. അതിനുശേഷം ഞാൻ സെപ്റ്റംബർ 28 ഞാൻ എക്സാമിന് പോയി. പോയ സമയത്ത് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ച് കാശ് രൂപ എനിക്ക് കിട്ടി. അതുകൊണ്ടും ഉടമ്പടി വസ്തുക്കൾ കൊണ്ടുമാണ് ഞാൻ പോയത്. ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും തേൻ കഴിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ എക്സാമിന് കയറുന്നതിന് മുമ്പാട് ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, ഇനി ഒരിക്കലും എനിക്ക് എക്സാം എഴുതാനായിട്ട് ഇങ്ങോട്ട് കയറേണ്ടി വരരുതേ എന്ന്. ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് എക്സാം സെൻറ്ററിൽ കയറി. എനിക്ക് ആ എക്സാം തീരുന്നിടം വരെയും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഉണ്ടായിരുന്നു. ഞാൻ വളരെ ഈസി ആയിട്ടാണ് ചെയ്തിട്ട് ഇറങ്ങിയത്. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അയർലൻഡ് സ്കോർ തന്ന അമ്മ എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷമാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുന്നത്, ഞാൻ ഇതുപോലെ കൃപാസനത്തിൽ വന്നു, ഉടമ്പടി ഞാൻ എടുത്തു, പുതുക്കി എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ വിശ്വാസമായി. ഞങ്ങളിവിടെ വന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് പിന്നീടുള്ള എല്ലാ പ്രാവശ്യവും ഇവിടെ വന്നതും ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചതും എല്ലാം. അതിനുശേഷം ഞങ്ങൾ പ്രോസസ്സിങ്ങിന് കൊടുത്തു. അതിന് പേപ്പർ വർക്കുകളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നെങ്കിലും പക്ഷേ എൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓരോ തവണ ഉടമ്പടി പുതുക്കിയതും പത്രവിതരണം ചെയ്തു. എല്ലാം കുറച്ച് എനിക്ക് OET പറഞ്ഞു കൊടുക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. അവർക്കെല്ലാം ഞാൻ കൃപാസനത്തിനെ പറ്റി പറഞ്ഞു. കുറേ പേര് ഓൺലൈൻ വന്ന് ഉടമ്പടി എടുത്തു. പിന്നെ എൻ്റെ അയൽവാസിയായ ചേച്ചിമാരെ ഞാനിവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം എനിക്ക് പേപ്പർ വർക്കുകൾ കഴിഞ്ഞെങ്കിലും ഇൻ്റർവ്യൂ ഒന്നും കിട്ടുന്നില്ലായിരുന്നു. എല്ലായിടത്തും ക്ലോസ് ആയിരുന്നു. ഇനി OETയുടെ വാലിഡിറ്റി കഴിഞ്ഞു പോവോ, എനിക്കിനി പോകാൻ പറ്റാതിരിക്കുമോ എന്നൊക്കെ പേടിച്ച് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്ന സമയത്ത് ഞാനിവിടെ അമ്മയുടെ മാസമായ ഒക്ടോബർ മാസം ഉപവാസം എടുത്ത് നോയമ്പെടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് മെഴുകുതിരി കത്തിക്കുമ്പം എപ്പോഴും ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഹാർട്ടിൻ്റെ രൂപത്തിലും പൂവിൻ്റെ രൂപത്തിലും ഒക്കെ അമ്മ മറുപടി തരുമായിരുന്നു. അതിനുശേഷം ഒരു ദിവസം 7 എന്ന് പറഞ്ഞൊരു ഡേറ്റ് എനിക്ക് കാണിച്ചു തന്നു. കറക്റ്റ് ഒക്ടോബർ 7-ാം തീയതിയാണ് എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. എല്ലാ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായതും എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതും എല്ലാം ജോസഫ് അച്ഛൻ്റെ ധ്യാനം കേട്ടതിന് ശേഷം ചൊവ്വാഴ്ച ദിവസങ്ങളിലായിരുന്നു. അതിനുശേഷം ഒറ്റ മാസം കൊണ്ട് തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി. ഞാൻ പാസ്സായി. ഞാൻ ആ പാസ് റിസൾട്ടും കൊണ്ടാണ് ഈ കഴിഞ്ഞ ഉടമ്പടി റാലിക്ക് ഇവിടെ വന്ന് പങ്കെടുത്തത്. അതിനുശേഷം ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റുകളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ എനിക്ക് സ്പൗസിൻ്റെ പേര് ആഡ് ചെയ്തുകൊണ്ട് എൻ്റെ പഴയ പാസ്പോർട്ട് ഞാൻ കൊണ്ടുപോയില്ലായിരുന്നു. പുതിയ പാസ്പോർട്ടും കൊണ്ടാണ് ഞാൻ പോയത്. പക്ഷേ വിസ ഓഫീസിൽ കയറിക്കഴിഞ്ഞപ്പോൾ എന്നോട് പഴയ പാസ്പോർട്ടിൻ്റെ കോപ്പി കൊടുക്കാനായിട്ട് അവർ പറഞ്ഞു. പക്ഷേ എൻ്റെ ഫയലിലോ എൻ്റെ കയ്യിലോ അങ്ങനെ ഒരു കോപ്പി ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഒരു നിമിഷം ഞാൻ അമ്മേനെ വിളിച്ച് പ്രാർത്ഥിച്ചു, ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഫയൽ തുറക്കുമ്പോൾ എൻ്റെ ഫയലിൻ്റെ ആദ്യം ഇരുന്നത് എൻ്റെ പഴയ പാസ്പോർട്ടിൻ്റെ കോപ്പിയാണ്. അത് കൊടുത്തതിന് ശേഷം എൻ്റെ വിസ അപ്രൂവലായി. ഈ കഴിഞ്ഞ 8-ാം തീയതി എൻ്റെ കയ്യിൽ എനിക്ക് വിസ കിട്ടി. ഈ വിസയുമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ തന്നതിന് 1000 നന്ദിയും സ്തുതിയും. പിന്നെ ഒരുപാട് ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുപാട് അടുത്തുള്ള ഓർഫണേജിൽ പോയി ഫുഡ് വാങ്ങി കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പത്രവിതരണങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഞാനും എൻ്റെ അമ്മയും പൊതിച്ചോറുണ്ടാക്കി കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നു. കുറവലങ്ങാട് വഴിയിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ അതുപോലെ വചനങ്ങളും അച്ഛൻ്റെ ധ്യാനങ്ങളും എല്ലാം കൂടിയിട്ട് അതെല്ലാം ഞാൻ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു, സ്റ്റാറ്റസ് ഇടാറുണ്ടായിരുന്നു. പിന്നെ വഴിയരികിൽ ഞാൻ പോകുന്ന സമയത്തൊക്കെ വിശന്നിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഫുഡ് വാങ്ങിക്കൊടുക്കും. എന്നെ കഴിയാവുന്ന പോലെ ഞാൻ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ടായിരുന്നു. അതുപോലെ കൂടുതൽ ആത്മീയതയിലേക്ക് വളരാൻ എനിക്ക് സാധിച്ചു. പണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് പ്രാർത്ഥനയോ അധികമില്ലായിരുന്നു. ഇപ്പോൾ എവിടെ പോയാലും എൻ്റെ കയ്യിൽ കാശുരൂപം കാണും, അല്ലെങ്കിൽ എപ്പോഴും ഞാൻ ഒന്നുകിൽ കൊന്ത ചൊല്ലും. നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലാതെ ഞാൻ ഒരു സ്ഥലത്ത് പോകത്തില്ല. വിശ്വാസ പ്രമാണം ഞാൻ എപ്പോഴും ചൊല്ലിക്കൊണ്ട് നടക്കും. അങ്ങനെ കൂടുതൽ ഞാൻ ആത്മീയതയിലേക്ക് വളർന്നു. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് അമ്മ ഒരാളെ ഏർപ്പാടാക്കുമെന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. അതുപോലെ എനിക്ക് എല്ലാ സഹായവും എൻ്റെ പൈസയുടെ കാര്യത്തിലാണെങ്കിലും എന്നെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും എല്ലാ കാര്യവും എൻ്റെ ഹസ്ബൻഡിനെയാണ് എൻ്റെ അമ്മ മാതാവ് ഏൽപ്പിച്ച് എല്ലാം എനിക്ക് വേണ്ടി ചെയ്തു തരുന്നത്. അപ്പോൾ ഒരുപാട് ഞങ്ങൾ വിഷമിച്ചിരുന്ന സാഹചര്യത്തിലെല്ലാം നീ കൃപാസനത്തിൽ പോ, അമ്മയോട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് എന്നെ വിടും. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യത്തിനും അമ്മ കൂടെയുണ്ട്. പിന്നെ തിരിയിൽ എപ്പോഴും ഞാൻ വിഷമിച്ച് കരയുന്ന സമയങ്ങളിൽ അമ്മ ഹാർട്ടിൻ്റെ രൂപത്തിൽ വരും, എന്നെ ആശ്വസിപ്പിക്കും. അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ആ വിചാരിച്ച കാര്യം നടന്നു കിട്ടുകയും ചെയ്യും. ഇത്രയധികം ഉപകാരങ്ങളും ചെയ്തു തന്ന അമ്മ മാതാവിനും തിരുകുമാരനും 1000 നന്ദിയും സ്തുതിയും പറയുന്നു. എന്നെപ്പോലെ വിഷമിച്ച് ഒരുപാട് പേര് ഇൻ്റർവ്യൂ കിട്ടാതെയും OIT കിട്ടാതെയൊക്കെ ഇരിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. അവർക്കെല്ലാവർക്കും ഈ കൃപാസനത്തിന് വന്ന് അമ്മയോട് പ്രാർത്ഥിച്ചാൽ എല്ലാം സാധിച്ചു കിട്ടും. വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം കിട്ടും. എനിക്കൊരിക്കലും എൻ്റെ മെറിറ്റ് കൊണ്ട് കിട്ടത്തില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എനിക്ക് അമ്മയുടെ ഗ്രേസ് കൊണ്ട് മാത്രമാണ് കിട്ടിയത്. എല്ലാ കാര്യത്തിനും അമ്മയെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് നമുക്കെല്ലാം സാധിച്ചു കിട്ടും. അപ്പോൾ ഇത്രയും നന്ദി ചെയ്തു തന്ന അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദിയും സ്തുതിയും പറയുന്നു. കവിയിൽ വരുന്നു. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് 2, 2025 ഞാൻ പല പ്രാവശ്യം ഇവിടെ ഓട്ടം വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഞാൻ ഈ കൃപാസനത്തിൻ്റെ അകത്ത് കയറിയിട്ടില്ല. ഞാനിവിടെ തൊട്ടടുത്തുള്ള മാരാരിക്കുളം ബീച്ചിൽ അവിടെ നല്ല തണലാണെന്ന് ഓർത്ത് കാറ്റ് കൊണ്ട് നടക്കുന്നതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ കടന്നു വരാൻ തുടങ്ങി. അപ്പോഴാണ് യൂട്യൂബിനകത്ത് കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ കാണുകയും കൂടുതൽ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്തത്. അങ്ങനെ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം രക്ഷപ്പെടുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ 2-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങൾ ഒരുപാട് നിയമങ്ങൾ വെച്ചു, 6 നിയമങ്ങൾ വെച്ചു. പക്ഷേ മാതാവ് അതിൽ കൂടുതൽ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നു. അതിൽ ഇപ്പോൾ ഞങ്ങൾ കുറച്ച് അനുഗ്രഹങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. എൻ്റെ കുഞ്ഞിന് ഇൻഫ്ലുവൻസ വൈറസ് പോസിറ്റീവായി വന്നു. ആദ്യം വൈഫിനാണ് വന്നത്. വൈഫിന് വന്ന 2-3 ദിവസത്തിന് ശേഷം കുഞ്ഞിന് പോസിറ്റീവായി. അപ്പോൾ രാവിലെ അമ്മ പറഞ്ഞു, കുഞ്ഞിന് നല്ല പനിയാണല്ലോ, ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ രാവിലെ കുഞ്ഞിനെ കൊണ്ട് ആശുപത്രി ചെന്ന് നോക്കിയപ്പോൾ 103 ഡിഗ്രി പനിയുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ അവിടെ ആശുപത്രി അഡ്മിറ്റ് ചെയ്യണം. അപ്പോൾ വൈഫ് വീട്ടിലെ പനി കൂടുതലായി കിടക്കുന്നതോട് ഞാൻ പറഞ്ഞു ആരുമില്ല ഹോസ്പിറ്റലിൽ നിൽക്കാനായിട്ട്. അങ്ങനെ എൻ്റെ നിർബന്ധത്തിൽ ഡോക്ടറെ വീട്ടിലോട്ട് വിട്ടു. എന്തെങ്കിലും പനി കൂടുതലാണെങ്കിൽ ഉടനെ തന്നെ തിരിച്ച് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഞാൻ വണ്ടിയിൽ നിന്ന് കുഞ്ഞിനെ ഇറക്കിയപ്പോൾ തന്നെ കുഞ്ഞിന് നടക്കാനോ ഒന്ന് ഭക്ഷണം കഴിക്കാനോ ഒന്ന് ഇരിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. കുഞ്ഞ് കട്ടിലേക്ക് കയറി കിടന്ന് കരഞ്ഞു. അപ്പ എനിക്ക് ഒട്ടും മേല, എനിക്ക് പനി കൂടുതലാണ്, എൻ്റെ ശരീരമെല്ലാം തളർന്നു പോകുന്നു. ഞാനപ്പോൾ പറഞ്ഞു, നമ്മൾ ഉടമ്പടി ജീവിതത്തിലല്ലേ, നമുക്ക് ഉടമ്പടി വസ്തുക്കൾ വെച്ച് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി മനസ്താപ്രമാണം ചൊല്ലി കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അവൾ കിടക്കുന്നതിൻ്റെ മുകളിൽ ഒരു മഴവില്ല് കണ്ടു. ആ മഴവില്ലിൽ നിന്ന് പ്രകാശരശ്മി നേരെ അവിടെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അപ്പോഴേ കുഞ്ഞ് കട്ടിൽ നിന്ന് എണീറ്റ് പറഞ്ഞു, എനിക്ക് ഛർദ്ദിക്കണമെന്ന്. കുഞ്ഞ് ഓടി വാഷ് ബേസിനിൽ ചെന്ന് നിറച്ച് ഛർദ്ദിച്ചു.
അമ്മ പുറകെ ചെന്നു. ഞാൻ പറഞ്ഞു അവളെ പിടിക്കണ്ട, അവൾ ഛർദ്ദിച്ച് വന്ന് കിടന്നോളൂന്ന്. പക്ഷേ തിരിഞ്ഞു നിന്ന് കുഞ്ഞ് കൈകൊണ്ട് കാണിച്ചു. എൻ്റെ എല്ലാ പനിയും പോയി. ഞാൻ കിടന്നതിൻ്റെ മുകളിൽ അമ്മ മാതാവ് മഴവില്ലിൻ്റെ രൂപത്തിൽ വന്ന് എന്നെ തൊട്ടു എന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞിനെ പനിച്ചിട്ട് പോലുമില്ല, മരുന്ന് പോലും കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. ആൻറ്റിവൈറൽ മരുന്ന് കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞ് തന്നുവിട്ട മരുന്നാണ്, അത് ഞങ്ങൾ ഉപയോഗിച്ചുമില്ല. പിന്നെ രണ്ടാമതായി അഖണ്ഡജമാല റാലിയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് നടക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. എനിക്ക് വയറിൽ നിന്ന് കാലിലോട്ട് നല്ല വേദനയായിരുന്നു. പിന്നെ എൻ്റെ കഴുത്തിലൊരു മുഴയുണ്ടായിരുന്നു. ഞാൻ റാലി കൂടി പ്രാർത്ഥിച്ച് നടന്നു, ജപമാല ചൊല്ലി. ആ റാലി കൂടി രണ്ടാമത്തെ ദിവസം എൻ്റെ കഴുത്തിലെ മുഴയും പോയി, വയറിൻ്റെ വേദനയും പോയി. എനിക്ക് സുഖമായി നടക്കാം, ഒരു പ്രശ്നവുമില്ല. പിന്നെ ഒക്ടോബർ 7 എന്നൊരു ഡേറ്റ് ഞങ്ങളെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ ഡെയിലി ബ്രെഡ് കൂടുമ്പോൾ ജോസഫ് അച്ഛൻ ഞങ്ങളുടെ കുറേ കാര്യങ്ങൾ, ഞങ്ങൾ വെച്ച നിയോഗത്തിലെ കാര്യങ്ങൾ അച്ഛൻ അതിലൂടെ പറഞ്ഞു. അത് ഞാൻ എൻ്റെ വൈഫിൻ്റെ കൊടുക്കും, വൈഫ് പറയും. ആദ്യം തന്നെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരി സാക്ഷ്യം പറയാൻ അനുഗ്രഹം നൽകിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നൊരു വൈറസ് ഞങ്ങളുടെ ശരീരത്ത് വന്നത് മൂലം ഞങ്ങളുടെ ജെനിറ്റൽ ഏരിയയിൽ അരിമ്പാറകളും മുഴകളും സിസ്റ്റുകളും എല്ലാം ഉണ്ടാകാൻ തുടങ്ങിയായിരുന്നു. ഞങ്ങൾ കുറേ ഹോസ്പിറ്റൽ വഴി കയറി ഇറങ്ങി നടന്നു. ഒരുപാട് കാശ് ഇതിനു വേണ്ടി ഞങ്ങൾക്ക് ചിലവായി. ഞാനൊരു വെറ്റിനറി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ സർജറി എല്ലാം പിടിച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, എമർജൻസിയാണ്, ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആണെന്ന് അവരോട് പറയുമ്പോൾ അത് അവർക്കൊരു പ്രയാസവും ആകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വേഗം കാരിത്താസ് പോയി കഴിയുമ്പോഴത്തേക്കും സ്കിന്നിലുള്ളത് മേലത്തെ കാരിത്താസിലും വജനുള്ളിൽ ഗൈനക്കോളജിയുമാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഒരുപാട് സിസ്റ്റുകളും മുഴകളും ഉണ്ടായിരുന്നു. അരിമ്പാറകൾ ഓരോ പ്രാവശ്യം ക്വാർട്ടർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കൂടുതലായിട്ട് 7 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ആൻറ്റിബയോട്ടിക് എല്ലാം കഴിച്ചു കഴിഞ്ഞാലും ഈ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതുമൂലം ഡിസ്ചാർജുകളും ഇച്ചിങ്ങും എല്ലാം ഭയങ്കര കൂടുതലായിരുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോ ആഴ്ചയിലും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുറേ സാമ്പത്തിക പ്രശ്നത്തിലൊക്കെ ആയി. ഓരോ ദിവസവും 5000-4000 രൂപയൊക്കെ വെച്ച് ഒരാഴ്ച ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവായിക്കൊണ്ടിരുന്നത്. മരുന്നുകൾ എടുത്തിട്ടൊന്നും ഒരു പ്രയോജനമില്ല. അവസാനം ഞങ്ങൾ ഡോക്ടർമാരോട് ചോദിച്ചു ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് പോകുമോ. അപ്പോൾ അവർ പറഞ്ഞു 2 വർഷത്തിന് ശേഷം ഇത് ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൈറസ് ക്യാൻസറിലേക്ക് ചിലപ്പോൾ സാധ്യത ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഭയങ്കര സങ്കടത്തിലും ബുദ്ധിമുട്ടിലുമായി. ഹസ്ബൻഡ് ജോലിക്കൊന്നും അങ്ങനെ പോകാതെയായി. വീട്ടിലിരുന്ന് എപ്പോഴും ഇതിനെപ്പറ്റി, കാരണം വേറെ ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്ത് രോഗമാണെന്ന് പോലും ആർക്കും അറിയില്ല, ഇതിനെപ്പറ്റി പറഞ്ഞു തരാനൊന്നും ആർക്കും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. അപ്പോൾ വീട്ടിലിരുന്ന് ഗൂഗിളിലെല്ലാം നോക്കി ഈ വൈറസിനെ പറ്റിയുള്ളതെല്ലാം കേട്ട് വായിച്ച് ഭയങ്കര ഡിപ്രഷൻ പോലെ ഒരവസ്ഥയിലായി. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് ഞാൻ ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ ഓരോ പ്രാവശ്യം വിളിച്ച് ചോദിക്കും, എങ്ങനെയുണ്ട്, നിനക്ക് കുറവുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, പ്രയാസങ്ങളുണ്ടോ. അപ്പം ഞാൻ പറയും എൻ്റെ ഭയങ്കര സങ്കടത്തിലൊക്കെ ആയിരുന്നു. രാത്രി കിടന്നുറങ്ങാനോ ഒന്നും കഴിയുന്നില്ലായിരുന്നു. അവസാനം ഇപ്പം ഒരു മാതാവിൻ്റെ രൂപം വീട്ടിലുണ്ടായിരുന്നു. മാതാവിൻ്റെ രൂപം പിടിച്ച് രാത്രിയിൽ കിടന്നുറങ്ങേണ്ട അവസ്ഥ വരെയായി. അപ്പോൾ ചേട്ടൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുക്കാൻ ആദ്യം എന്നോട് പറഞ്ഞപ്പോൾ എന്നെക്കൊണ്ടത് പറ്റുമോ എന്നുള്ളൊരു പേടി എനിക്ക് പെട്ടെന്ന് വന്നു. മാതാവിൻ്റെ കാര്യം ആയതുകൊണ്ട് ഞാനതിനകത്ത് എതിർപ്പൊന്നും പറയാൻ പോയില്ല. അപ്പോൾ ആണെങ്കിൽ ഞങ്ങൾ അതിന് മുന്നേ തന്നെ ഹോസ്പിറ്റൽ വഴി വീണ്ടും കയറി ഇറങ്ങിക്കുന്നു. ഇത് കുറയുന്നില്ല, വീണ്ടും കൂടുതലായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവസാനം കാരിത്താസ് ചെന്നപ്പം ഞങ്ങളുടെ ഗൈനക്കോളജി ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് വേറൊരു സ്കിന്നിൻ്റെ ഹോസ്പിറ്റലുണ്ട്, ഡോക്ടർ സ്കിൻ വന്നിട്ട് ഹോസ്പിറ്റലിൽ ഏറ്റുമാനൂരുണ്ട്, നിങ്ങൾ അവിടെ ഒന്ന് കാണിച്ചു നോക്ക്, അവിടെയാണെങ്കിൽ ഒരു നല്ല റിവ്യൂ കിട്ടുന്നതാണ്, നിങ്ങൾ അവിടെ ചെല്ലാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ അവിടെ ചെന്നു. ഞങ്ങൾ പേടിച്ചിരുന്ന ആ സിറ്റുവേഷനിൽ ആ ഡോക്ടർ ഞങ്ങളോട് ഭയങ്കര ഒരാശ്വാസമായിട്ട് ഇതൊന്നും പേടിക്കേണ്ട, കുഴപ്പമില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അങ്ങനെ ഇപ്പം ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ലീവ് എടുത്ത് പോകുന്നതിൻ്റെ ഒരു പ്രശ്നം വേറെ കിടക്കുന്ന കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങളുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ വീട് പാലായിലാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ മരിയൻ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്, ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലാണ് ഞാൻ വരുന്നത്, എന്നാൽ നിങ്ങൾ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ആശ്വാസമായി. ഞങ്ങൾക്ക് ലീവൊന്നും കളയാതെ അവിടെ പോകാൻ പറ്റുമല്ലോ, എൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ ഡോക്ടർമാരെ അവർക്ക് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യത്തിനകത്ത് വരുന്നില്ലല്ലോ എന്ന് ഞാൻ കരുതി. ഞങ്ങളവിടെ ചെന്നു, പോഡവാട്ടൊക്കെ അപ്ലൈ ചെയ്തു. എങ്കിലും ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഭയങ്കരമായിട്ടും കൂടിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് ഒരു ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഇതിനകത്തൊരു സിസ്റ്റുണ്ട്, 2-3 എണ്ണം ഉണ്ട്, എത്രയും പെട്ടെന്ന് എമർജൻസി ആയിട്ട് നിങ്ങൾ കാരിത്താസിലേക്ക് ചെല്ല്, അവിടെ ചെന്നിട്ട് ഇത് ക്വാർട്ടർ ചെയ്ത് കളയുമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇത് ചെയ്യാമെന്നുള്ളൊരു പരിധി ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പക്ഷേ പോയില്ല.
ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പരിചയത്തിലുള്ളൊരു ചേച്ചിയെ വിളിച്ച് എങ്ങനെയാണ് ഉടമ്പടി എടുക്കുക എന്നെല്ലാം ചോദിച്ചു മനസ്സിലാക്കി. അവർ ഞങ്ങൾക്ക് പ്രത്യക്ഷണ പ്രാർത്ഥനയെല്ലാം രാവിലെ ചൊല്ലുന്ന പ്രാർത്ഥനയെല്ലാം വാട്സപ്പിൽ അയച്ചു തന്നു. ഞങ്ങൾ വെളുത്ത് തീര് കത്തിച്ച് വെച്ച് രാവിലെ 5:30 എണീറ്റ് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഒരു ഒരുക്കമായിട്ട് ഞങ്ങൾ 2 ആഴ്ച മുന്നേ തന്നെ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് ഒരു തടസ്സവും കൂടാതെ ഇവിടെ വന്ന് ഓഗസ്റ്റ് 2-ാം തീയതി 2025 ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഇൻഫ്ലുവൻസ പനി പിടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ വാട്സ് എല്ലാം കൂടെ വീണ്ടും ഭയങ്കരമായിട്ടും അങ്ങ് കൂടിക്കഴിഞ്ഞ് ഇപ്പം ഡോക്ടർ ഇതിനേക്കാളും മുന്നേ ഒരു വലിയ അരിമ്പാറ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം എന്നോട് കാരിത്താസിലെ ഡോക്ടർ പറഞ്ഞു ഇത് ഞങ്ങൾക്കിവിടെ കരിക്കാൻ പറ്റത്തില്ല, അത്രയും ഇത് വലുതായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ ഈ എൻ്റെ രോഗത്തെ ഓർത്ത് ഞാൻ ഒരിക്കലും ഇത് സങ്കടപ്പെട്ടില്ല, കാരണം എനിക്കിതിൻ്റെ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ ഹസ്ബൻഡ് ഇത്രയും വിഷമത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരു ആശ്വാസം തന്നത് ദൈവമായിരിക്കും. ഞാൻ അങ്ങനെ വിശ്വസിച്ച് നടന്നു. എനിക്ക് എന്താണെങ്കിലും ഇതിന് ടെൻഷനാവില്ല. പക്ഷേ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു ഇതിന് ഇവിടെ കരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ആകെപ്പാടെ സങ്കടത്തിലായി. ഞാൻ അന്നാണ് ഈ ഒരു രോഗത്തെപ്പറ്റി ഓർത്ത് ആദ്യമായിട്ട് വരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് കരയണത്. ഈ വാട്സ് കരിക്കാൻ വേണ്ടി ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴും അതിൻ്റെ പെയിനും നടക്കാൻ വയ്യായ്കയും ബുദ്ധിമുട്ടുകളും എല്ലാം എനിക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഉടമ്പടി ഉപ്പെടുത്ത് പ്രശ്നമുള്ള ഭാഗത്ത് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പെയിനായിരുന്നു. അപ്പോൾ ഞാൻ കുരിശ് വരയ്ക്കാൻ പോലും എനിക്ക് പറ്റണില്ലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡും എൻ്റെ കുഞ്ഞും പറഞ്ഞു അമ്മ കരയണ്ട, നാളെ അമ്മയ്ക്ക് ഇതിനുള്ള സന്തോഷിക്കാനുള്ളവരുടെ ദൈവം വരുത്തും, മാതാവ് അതിന് സാധ്യമാക്കി തരുമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ അത് വിശ്വസിച്ചു. എങ്കിലും ഞാൻ കുരിശ് വരെ ഒന്നും മുടക്കാനൊന്നും പോയില്ല. ഞാനത് പ്രാർത്ഥിച്ചു. ഞാൻ ഉച്ചവരെ ഞാനവിടെ ആ ഏരിയയിൽ അത് കണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരം ആയപ്പോഴേക്കും അതെവിടെ പോയെന്ന് പോലും എനിക്കറിയില്ല. ഒരു കോട്ടറി ചെയ്തതിനേക്കാളും നല്ല ഒരു പാട് പോലും ഇല്ലാതെ ആ അരിമ്പാറ മാതാവ് മാറ്റി തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിലൊന്നും പോയില്ല. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഡോക്ടർമാർ എന്നോട് ഒരു ലേഡി ഡോക്ടറുണ്ട്. ഡോക്ടറിനോട് ചോദിച്ചു നിങ്ങൾ ഇതുവരെ എല്ലാ ആഴ്ചയിലും പോയിക്കൊണ്ടിരുന്നതല്ലേ, ഇതുവരെ നിങ്ങൾ ഹോസ്പിറ്റലൊന്നും പോയില്ല, ഞങ്ങളുടെ മാതാവ് അത് മാറ്റിത്തരും. എനിക്ക് എന്നോട് ഇടയ്ക്ക് ചോദിക്കും കുറയുന്നുണ്ടോ, അങ്ങനെ കുറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇൻഫ്ലുവൻസ വന്ന സമയത്ത് വാട്സ് കൂടി. പിന്നെ എനിക്ക് നിൽക്കുമ്പോഴെല്ലാം ഒരു ഭയങ്കര അസ്വസ്ഥ, എവിടെയെങ്കിലും കിടക്കാൻ തോന്നുന്നു, ഡിസ്ചാർജ് ഭയങ്കര കൂടുതൽ. ഞങ്ങൾ ഉടമ്പടി പൂർത്തിയാകുന്നതിന് മുന്നേ ജോസഫ് അച്ഛനെ കാണാൻ ഞങ്ങൾക്ക് പറ്റുമെന്ന് തോന്നില്ല. ഞങ്ങൾ വരുന്ന വഴിക്കെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ ഞങ്ങൾക്ക് ജോസഫ് അച്ഛനെ കാണാൻ പറ്റി. അച്ഛൻ ഞങ്ങളുടെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കുകയും കാശുരൂപം നൽകുകയും തൈലം തരികയും ഞങ്ങൾ പ്രശ്നമുള്ള ഭാഗത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഡിസ്ചാർജ് അങ്ങ് കുറഞ്ഞു. എങ്കിലും വാട്സ് എല്ലാം പിന്നെയാണ് പതിയെ കുറയാൻ തുടങ്ങി. ഒക്ടോബർ 7-ാം തീയതി അച്ഛൻ രാവിലെ ഡെയിലി ബെഡ് പ്രാർത്ഥനയിൽ അരിമ്പാറകളും സിസ്റ്റുകളും മുഴകളും ഞങ്ങൾ ആദ്യം വെച്ച നിയോഗം തന്നെ അതായിരുന്നു. അച്ഛൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ കാര്യമാണെന്ന് വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് എന്ന് കഴിഞ്ഞപ്പം എനിക്കത് കുറഞ്ഞു. ഒരു ഫൈനൽ ചെക്കപ്പിനായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ ഒന്ന് പോയി. 90 ദിവസത്തിനിടയ്ക്ക് 90 ദിവസം കഴിഞ്ഞാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഡോക്ടർമാർക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഇത്രയും കൂടുതലായി നിന്നത് ഇതെങ്ങനെ ഇത് ഇത്ര പെട്ടെന്ന് പോയെന്നാണ് അവർ ഞങ്ങളോട് വെച്ചത്. ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം എവിടെയാണോ, ഞങ്ങൾ ഇവിടുത്തെ കാര്യമെല്ലാം പറഞ്ഞു, ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാണ് ഞങ്ങളുടെ ഇതെല്ലാം മാറിയതെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം എവിടെയാണോ അവിടെ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കാമെന്നാണ് പറഞ്ഞത്. ഗൈനക്കോളജി ഡോക്ടർ പറഞ്ഞു ഞാൻ എവിടെ പോയെന്ന് ഞാൻ നോക്കിയിരിക്കുന്നത്, എമർജൻസി ആയിട്ട് വിളിച്ച് നിങ്ങളോട് മറ്റേ ഡോക്ടർ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പം ഞാൻ നിങ്ങൾ എവിടെ പോയെന്ന് കരുതിയെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർക്കും ഭയങ്കര, ഒരു മുസ്ലിം ഡോക്ടറാണ്, പക്ഷേ ഡോക്ടർക്ക് പോലും ഭയങ്കര അത്ഭുതമായി പോയി. പിന്നെ അഖണ്ഡ ജപമാല റാലി പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിനൊരു തടസ്സവും കൂടാതെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് വരുന്നതിൻ്റെ തലേദിവസം 2 മാസം പീരിയഡ്സൊക്കെ ആയി ഭയങ്കര ബ്ലീഡിങ്ങും കാര്യങ്ങളും എല്ലാം ആയിരുന്നു. അപ്പം എങ്കിലും ഞാൻ വരുമെന്ന് വെച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മാതാവ് അതിനുള്ള സൗകര്യങ്ങളും ഞങ്ങൾക്ക് അർത്തുങ്കൽ വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ ചേർത്തലയിൽ നിന്ന് ഇവിടെ ബസ് കയറും. ഞങ്ങൾക്ക് ആ ബസ് കിട്ടാൻ പോലും അമ്മ ക്രമീകരണം ഒരുക്കി തന്നു. എനിക്ക് ഹസ്ബൻഡിന് നടക്കാനൊന്നും വയ്യായിരുന്നു ആ സമയത്ത്, കഴുത്തിലൊരു തടിപ്പും എല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളാണെങ്കിൽ ഒരു 10 മിനിറ്റ് 2 സ്ഥലങ്ങളിൽ ഇരുന്നു. അത്രയും മാത്രമേ ഞങ്ങൾക്കൊരു ഇതുണ്ടായുള്ളൂ. ഞങ്ങൾക്ക് വേറെ ക്ഷീണമോ കാര്യങ്ങളോ വിശപ്പോ ഒന്നും ഉണ്ടായില്ല. ആ ഉടമ്പടി അഖണ്ഡ ജപമാല റാലി പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് മാതാവ് അനുഗ്രഹം തന്നു. ഞങ്ങൾ കറക്റ്റ് അർത്തുങ്കൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പള്ളി നിറഞ്ഞ ആൾക്കാരാണ്, ഞങ്ങൾക്ക് കയറാൻ പറ്റുമോ എന്ന് പോലൊരു ചിന്തയായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ ഞങ്ങൾ കയറാൻ പോകുന്നതിന് ഉള്ളിൽ തന്നെ ആൾക്കാർ ഒരു 4-5 പേര് ഇറങ്ങി വഴി മാറി ഞങ്ങൾക്ക് അവിടെ കയറി ആരാധനയിൽ പങ്കെടുക്കാനുള്ളൊരു അനുഗ്രഹം മാതാവ് ഞങ്ങൾക്ക് തന്നു.
മമ്മിക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും ഛർദി ഉണ്ടായിരുന്നു. ഉടമ്പടി തേനും ഉപ്പും എല്ലാം കൊടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് പള്ളിയിലൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മമ്മിയുടെ ഛർദിയെല്ലാം മാറി പള്ളിയിലെല്ലാം പോകാനുള്ള അനുഗ്രഹം മാതാവ് ഞങ്ങൾക്ക് നൽകി. പിന്നെ എൻ്റെ കുഞ്ഞിനെ ഇവളെ മത്സരവും എക്സാം എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നതുകൊണ്ട് ഇവൾക്ക് പഠിക്കാനുള്ള ഒരു സമയം ഭയങ്കര കുറവായിരുന്നു. എങ്കിലും ഇവളാണെങ്കിൽ ഞങ്ങൾ കാണാതെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവിൻ്റെ പച്ചത്തിരിന്ന് നീലത്തിരിന്ന് ഒരു ചെറിയ പീസ് ഇവളുടെ ഉടുപ്പിനുള്ളിൽ ഇവൾ വെച്ചിട്ട് പോയി. ഇവളാണെങ്കിൽ ഇവളെ പറഞ്ഞ് ഇവൾക്ക് ചെല്ലുന്ന സമയത്ത് ഇവൾക്ക് ഒന്നും അറിയില്ലായിരുന്നു, എന്താ അവിടെ എഴുതണ്ടേന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് ആരോ പറഞ്ഞു തരണ പോലെ ഇവൾ എഴുതി. അങ്ങനെ അവൾക്ക് പാലാ മുനിസിപ്പാലിറ്റിയിൽ അവൾക്ക് പങ്കെടുത്ത് ഇതിന് സമ്മാനം കിട്ടി, ഫസ്റ്റ് തന്നെ കിട്ടി, ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടി. ചേട്ടായിക്ക് കുറേ അടയാളങ്ങൾ കിട്ടുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് കുംസാരിക്കുമ്പോൾ പാപത്തിൻ്റെ എണ്ണം കുറഞ്ഞു വരാൻ തുടങ്ങി. നേരത്തെ ഞാൻ കുംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ ഇരുന്ന് ഈശോ കരയുമായിരുന്നെന്നാണ് തോന്നുന്നത്. ഉടമ്പടി ജീവിതം നയിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഒരു 10 പാപം ചെയ്തുകൊണ്ടിരുന്ന എനിക്കിപ്പം ഒരു 2 പാപമൊക്കെ മാക്സിമം ഉള്ളൂ. അതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ എനിക്ക് കുംസാരിച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു അസ്വസ്ഥയാണ്. അതുമല്ല ഒരു നുണ പറഞ്ഞാൽ പോലും എനിക്ക് പിറ്റേ ദിവസം പോയി കുംസാരിക്കാൻ ചെന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. കുർബാന സ്വീകരിക്കാൻ എനിക്ക് പറ്റിയല്ല. ഞാനങ്ങനെ 2 ദിവസം കൂടുമ്പോഴൊക്കെ പോയി കുംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ എന്നെ ഇങ്ങനെ നോക്കി. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ മരീൻ ഉടമ്പടിയിലാണ്, എനിക്ക് കുഞ്ഞു പാവം പോലും എൻ്റെ മനസ്സിലിട്ട് എനിക്ക് കുർബാന പങ്കുകൊള്ളാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് മാതാവിൻ്റെ നിരവധി അടയാളങ്ങൾ കിട്ടി. ഞാൻ ഉടമ്പടി എടുത്ത് പോയി 3-ാമത്തെ ദിവസം ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അന്ന് തിരുവനന്തപുരത്ത് ഒരു ഓട്ടം പോയി. ഞാൻ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ ഉടമ്പടി ധ്യാനം കൂടുകയാണ്. ആ ധ്യാനം കൂടിയപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ നോക്കിയപ്പോൾ എന്തോ കുമ്മള പോലെ എന്തോ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ചുറ്റുവട്ടം എല്ലാം കുമ്മള. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് ഞാൻ അദൃശ്യമായിട്ട് കാണുന്നതാണല്ലോ. അങ്ങനെ അത് കാണാൻ തുടങ്ങി. അത് ഇപ്പോൾ സ്ഥിരമായി എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ പള്ളിയിൽ നിന്ന് കുർബാന കൂടുമ്പോൾ കണ്ണടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പച്ച നക്ഷത്രങ്ങളും വെള്ള നക്ഷത്രങ്ങളും കാണാൻ സാധിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ഉടമ്പടി വസ്തുക്കളും ഉടമ്പടി കാശ് രൂപം എല്ലാം വെച്ചേക്കുന്ന മാതാവിൻ്റെ രൂപം എല്ലാം വെച്ചേക്കുന്ന മുറിയിൽ ഒരു ദിവസം ഞാൻ എൻ്റെ ഷർട്ട് എടുത്തപ്പോൾ ഷർട്ടിൽ നിന്ന് ഒരു മുത്ത് താഴോട്ട് പോകുന്നുണ്ട്. അപ്പം മമ്മി എൻ്റെ തലേദിവസം പറഞ്ഞു, കുഞ്ഞിൻ്റെ ഒരു മാല പൊട്ടിപ്പോയിട്ടുണ്ട്, വെള്ള മുത്തുകളാണ്, അത് അവിടെയെല്ലാം നിരത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ മുത്തിൽ പിടിക്കാൻ ചെന്നപ്പോഴത്തേനും ആ മുത്ത് പൂത്തിരി കത്തുന്ന പോലെ മൊത്തം പൊട്ടിത്തെറിച്ച് ഞങ്ങളുടെ രൂപത്തിൻ്റെ മുന്നിൽ നിന്നു. അപ്പോൾ ഞാനവിടെ നിന്ന് ഉറക്കെ കരഞ്ഞു, പാവിയായ എൻ്റെ അടുത്ത് എൻ്റെ അമ്മമാതാവ് വന്നല്ലോ എന്ന്. പിന്നെ എനിക്ക് വെള്ള നക്ഷത്രങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി കാശരൂപം എൻ്റെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടപ്പോൾ മമ്മി എന്നോട് ചോദിച്ചു, നീ എന്താണ് ആകാശത്തേക്ക് നോക്കിക്കുന്നത്? അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു 3 മണി സമയമാണ്. അപ്പോൾ മമ്മിയോട് ഞാൻ പറഞ്ഞു, ഞാൻ നക്ഷത്രം കണ്ടുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്നെവിടെ കാണിക്കാമോ? ഞാൻ പറഞ്ഞു, മമ്മി മനസ്താപരണം ചെല്ലിയിട്ട് വിശ്വാസ പ്രമാണം ചെല്ല്. എന്നിട്ട് മമ്മി ഉടമ്പടിക്കാശിലും എൻ്റെ കൈ പിടിച്ചു. മമ്മി എൻ്റെ കൈ പിടിച്ചു. മമ്മിക്ക് അത് കാണാൻ സാധിച്ചു. പിന്നെ എൻ്റെ കുഞ്ഞിന് കാണാൻ സാധിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, എനിക്കിത് കാണാൻ സാധിക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, നീ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുക. അങ്ങനെ എന്നിലൂടെ എൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡ്, അവിടെ അനിയത്തി, വൈഫിൻ്റെ അനിയത്തി, ഇവയൊക്കെ എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തരുന്നുണ്ട്. ഞങ്ങളുടെ തിരിയിൽ ഞങ്ങൾ വെച്ച രോഗാവസ്ഥയുടെ ആ അടയാളം മാതാവ് കാണിച്ചു തന്നു. അത് മെഴുകി കാണിച്ചു തന്നു. അത് ഞാനവിടെ സിസ്റ്ററിനെ കാണിച്ചു. പിന്നെ ഹാർട്ടായിട്ട് ഒരുപാട് അടയാളം കാണിക്കുന്നുണ്ട്. പിന്നെ ജയമാല റാലി ഞങ്ങൾ ഇവിടുന്ന് പങ്കെടുത്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു 7-8 സ്ഥലത്ത് ഞങ്ങൾക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടി. പിന്നെ ഞങ്ങൾ തിരിച്ച് ഇവിടുന്ന് കാറിൽ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പം എൻ്റെ ചെവിയിൽ പരിശുദ്ധ മറിയമ്മേ ചെല്ലുന്ന സൗണ്ട് കേട്ടു. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി ശ്രദ്ധിക്കുക, നിങ്ങൾക്കും കേൾക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കാറിൽ 4 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും അത് കേൾക്കാൻ സാധിച്ചു. ഇത് ഞങ്ങളുടെ തൊട്ട് അടുത്തുള്ള ചേച്ചിയാണ്. ചേച്ചിക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് ഇപ്പം പറയും. എൻ്റെ പേര് അനുമോൾ ജോസഫ്. ഞാൻ ഇസ്രയേലിന് പോകാനായിട്ട് പേപ്പർ വർക്കെല്ലാം നീക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ആദ്യത്തെ ഇൻ്റർവ്യൂവും ക്ലാസ്സും കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് അതിൻ്റെ ക്ലാസ്സെല്ലാം കൂടിക്കൊണ്ടിരിക്കുമ്പം മത്താശ വരുന്ന സമയം ആകാറായി. അപ്പം എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും വന്നു. എനിക്ക് എൻ്റെ മത്താശ വരാനായിട്ട് എംപ്ലോയർ സെലക്ട് ചെയ്തപ്പോൾ എനിക്ക് മുഖത്ത് പിമ്പിളിൻ്റെ പാടുണ്ടെന്ന് പറഞ്ഞ് അത് റിജക്റ്റ് ചെയ്തു. അത് വേറൊരു കൊച്ചിന് മത്താശ കൊടുത്തു. അതോടൊപ്പം തന്നെ അപ്പോൾ എൻ്റെ വീട്ടുകാരോട് ഞാനത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സാരമില്ല, അത് നിനക്കുള്ളതല്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനത് അങ്ങനെ അപ്പം മാതാവിന് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വേറൊരു എംപ്ലോയർ എന്നെ സെലക്ട് ചെയ്തു. എനിക്ക് മത്താശ വന്നു. അത് മത്താശ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ അഖണ്ഡ ജപമാലയെക്കുറിച്ച് ഞാൻ അറിയുകയും
എൻ്റെ കൂട്ടുകാരി ചേച്ചിമാരെല്ലാം പറഞ്ഞു നീ അതിന് പങ്കെടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, എനിക്കതിന് ഒരു സാഹചര്യം ഉണ്ടായില്ല. അപ്പോഴാണ് ഈ ഓഗസ്റ്റ് മാസത്തെ കൊന്തയിൽ വീടുകളിൽ കൊന്ത വയ്ക്കുമ്പോൾ ഒരു ഭവനത്തിൽ വെച്ച് ഇവർ വരികയും ഈ ജിസ്മോൻ എന്നോട് പറഞ്ഞു ഞങ്ങൾ അഖണ്ഡ ജപമാലയ്ക്ക് പോകുന്നുണ്ട്, അനുചേച്ചിയും വരുന്നുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. അപ്പോൾ തന്നെയാണ് ആ ഒരു നിമിഷത്തിലാണ് മത്താശ വന്നതും ഞാനത് അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചപ്പോൾ എനിക്ക് മത്താശ എന്ന പേപ്പർ വരികയും ചെയ്തു. അഖണ്ഡ ജപമാല പങ്കെടുത്ത് പൂർത്തിയായി വീട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വിസയും വന്നു. അപ്പോൾ ഞാൻ ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം മാതാവ് എന്നെ പ്രത്യേക രീതിയിൽ അനുഗ്രഹിച്ചു. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ മാസവും ഇവിടുന്ന് കൃപാസന പത്രം മേടിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ എല്ലാ ആഴ്ചകളിലും തന്നെ എനിക്കും വീട്ടിൽ നിന്ന് മാതാവ് ഇങ്ങോട്ട് വിളിക്കുന്ന പോലെ എനിക്ക് തോന്നും. ഞാനിപ്പോൾ അവിടെ നിന്ന് ഒരു സ്കൂട്ടർ എടുത്ത് ഇങ്ങോട്ട് തന്നെ വരും. ഇവിടെ വന്ന് ഈ ആൾക്കാരുടെ മുന്നിൽ നിന്ന് കുറേ നേരം പ്രാർത്ഥിക്കും. ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ എനിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം എല്ലാം കിട്ടും. മാതാവ് എൻ്റെ കൂടെ വരുന്നതായിട്ട് എനിക്ക് തോന്നും. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഞാനൊരു ബസ് ഡ്രൈവറാണ്. ഞാൻ അത്യാവശ്യം പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ആളാണ്, അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. അത്യാവശ്യം സമയത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ അലമുണ്ടാക്കിയ കൊട്ടാരമറ്റ ബസ് സ്റ്റാൻഡിലാണ് ഞാൻ ആദ്യം കൊണ്ടുപോയി പത്രം കൊടുക്കുന്നത്. അവിടെ നിന്നവർ എന്നോട് ചോദിച്ചു 2 മാസം 3 മാസം മുന്നേ ഇല്ലേ നീ ഇതിൽ അലമുണ്ടാക്കി നടന്നത്? ആ അലമുണ്ടാക്കിയ ആൾക്കാണ് ഞാൻ ആദ്യം കൊണ്ട് കൃപാസനത്തിൽ നിന്ന് കിട്ടിയ ഈ പത്രം കൊണ്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ആരോടും ഒരു ദേഷ്യമില്ല, ഒരു പിണക്കുമില്ല, സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നു. പിന്നെ കാരുണ്യപ്രവർത്തനങ്ങളായിട്ട് ഞങ്ങളുടെ അടുത്തൊരു അനാഥാലയമുണ്ട്. അവിടെ കൊണ്ട് അവർക്ക് ഫുഡിനുള്ള കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരിലോട് മാതാവിനെക്കുറിച്ച് കൂടുതൽ വിശ്വാസം പ്രഘോഷിക്കാൻ എനിക്ക് താല്പര്യമാണ്. എപ്പോഴും മാതാവിനെക്കുറിച്ച് കാര്യങ്ങൾ പറയാനാണ് എനിക്ക് താല്പര്യം. മാതാവിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത പോലെയാണ്. കാരണം ഞങ്ങൾ ഇന്നിവിടെ ഈ ജീവനോടെ ഇവിടെ നിൽക്കാൻ കാരണം തന്നെ മാതാവാണ്. കാരണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈ രോഗാവസ്ഥ കാരണം ഞങ്ങളുടെ ജീവിതം തന്നെ കൈവിട്ട് പോയൊരവസ്ഥയായിരുന്നു. ഞാൻ ഫുള്ള് ഡിപ്രഷനിലായിരുന്നു. പക്ഷേ എന്നാണേലും